ഹായ് ഹലോ നമ്മൾ റേസ് ജെഇൻ്റെ IIT എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ലൈവിൻ്റെ ഫിസിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് കയറുകയാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ ഒരു മൊഡ്യൂൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഇന്ന് നാലാമത്തെ മൊഡ്യൂളിലേക്ക് എൻ്റർ ആവുകയാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ന്യൂക്ലിയൈ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, കിനെമാറ്റിക്സ്, എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സൗണ്ടും വീഡിയോയും ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? റെഡി? അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജെഇൻ്റെ എക്സാം എനിക്ക് തോന്നുന്നു 24-ാം തീയതി എന്നുള്ളത് മാറ്റിയിട്ട് 27-ാം തീയതിക്ക് 3 ദിവസം അങ്ങോട്ടേക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാനുള്ള സമയമാണ് ആ 3 ദിവസം. മാക്സിമം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, NCERTയിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യുക, ഈ 3 ദിവസം കിട്ടിയത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് എക്സാമിന് പോവാം. മാക്സിമം നിങ്ങളൊരു 90% 95% അതിൻ്റെ മുകളിൽ എയിം ചെയ്തിട്ട് തന്നെ പഠിക്കാം. 90% നിങ്ങൾക്ക് എന്ത് ചെയ്യണം വേണം, എങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു 300 100 മാർക്ക് അല്ലെങ്കിൽ 110 മാർക്ക് റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് JEE അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 100 മാർക്ക് 110 മാർക്ക് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മൾ വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. നമ്മളൊരു 150 ലെവലിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏകദേശം 97%, 95ൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടും, 95% റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു 180 റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, 190 റേഞ്ചിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അറൗണ്ട് നമുക്ക് നല്ല സ്കോർ കിട്ടും. നമുക്ക് NIT പോലുള്ള ഏറ്റവും നല്ല NIT, ഇത് ഇപ്പോൾ കാലിക്കറ്റ് NIT ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് കിട്ടും 97ൻ്റെ മുകളിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എയിം ചെയ്ത് പഠിക്കുക. ഒരു 180 200 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം വാങ്ങാൻ പറ്റുമോ നോക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. റെഡി? ഓക്കെ, ക്ലിയർ അല്ലേ? കോഡിബിൾ അല്ലേ? അനുഷ്യ, യെസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The frequency nu of an oscillating liquid drop may depend upon radius r of the drop, density rho of the liquid and the surface tension s. Okay, and എന്താ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ? nu is equal to r raised to a, rho raised to b, s raised to c. The values of a, b and c are respectively. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ? ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി, റേഡിയസ്, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പോവാണ്. ന്യൂ ഈസ് ഈക്വൽ ടു ആർ റേസ് ടു എ, റോ റേസ് ടു ബി ആൻഡ് എസ് റേസ് ടു സി. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. നമുക്ക് ഇന്ന് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റീൻ്റെ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. അതിൻ്റെ കുറേ റൂൾസ് അപ്ലൈ ചെയ്യും. നമുക്കറിയാം അല്ലേ? നമുക്ക് ഡയമെൻഷൻസ് അറിയണം. അതിന് മുന്നേ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് അറിയണം. എനിക്ക് മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അതിൽ ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ എന്താ? അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഡയമെൻഷൻ L ആണ്. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസിൻ്റെ ഡയമെൻഷൻ എന്താ? അത് T⁻⁻1 ആണ്, 1/T ആണ് അല്ലേ? ആൻഡ് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ വന്നിട്ട് നമുക്കറിയാം മാസ് ബൈ വോളിയാണ്. അപ്പോൾ M/L³ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ml⁻³ എന്ന് എഴുതാം. ml⁻³ ആണ് എന്തിൻ്റെ ഡയമെൻഷൻ വരുന്നത്, ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ വരുന്നത്. അത് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ S is equal to, നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/ലെങ്ത് ആണ് അല്ലേ? F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ml⁻² ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് L. അപ്പോൾ എല്ലും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് കിട്ടുന്നത് mt⁻² ആണ്. ഓക്കെ, സോ mt⁻² ആണ് നമ്മുടെ എന്തിൻ്റെ ഡയമെൻഷൻ, സർഫസ് ടെൻഷൻ ഡയമെൻഷൻ. ഇത്രയും ഡയമെൻഷൻസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫ്രീക്വൻസിൻ്റെ ഡയമെൻഷൻ എന്താ? T⁻⁻1 ഈസ് ഈക്വൽ ടു L
എ ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? ml⁻³ ഹോൾ റേസ് ടു ബി എന്ന് വന്നു അല്ലേ. ആൻഡ് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ mt⁻² അല്ലേ. mt⁻² ഹോൾ റേസ് ടു സി. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ മുന്നേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ആൻസർ ആണോ എന്ന് നോക്കാം. അപ്പോൾ t⁻⁻1 ഈസ് ഈക്വൽ ടു എന്ത് വരും? l⁻a m⁻b l⁻−3b m⁻c t⁻²c. റെഡി? ആൻഡ് നമ്മൾ ഇതിനൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ t⁻⁻1 ഈസ് ഈക്വൽ ടു l⁻a−3b എന്ന് വരും അല്ലേ. m⁻b+c എന്ന് വരും അല്ലേ. t⁻²c എന്ന് വരും. നോക്കിയേ, ഇങ്ങനെ കിട്ടില്ലേ? നോക്കി, ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ t⁻−1 മാത്രമേ ഉള്ളൂ. t⁻−1 മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ m⁻0 ഉണ്ട് l⁻0 ഉണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇനി എന്ത് നമുക്ക് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ഈ ഫോമിൽ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതുന്നു. m⁻0 l⁻0 t⁻−1 ഈസ് ഈക്വൽ ടു m⁻b+c l⁻a−3b ആൻഡ് t⁻²c. റെഡി? അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ MLT LHSലുണ്ട്, MLT RHSലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. എന്ത് വരും? ഈ ഒരു സംഭവത്തിന് എമ്മിൻ്റെ മുകളിൽ ഇവിടെ പവർ 0, എമ്മിൻ്റെ മുകളിൽ അവിടെ പവർ b+c. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? b+c ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? b+c ഈസ് ഈക്വൽ ടു 0. സിമിലർലി എല്ലിൻ്റെ മുകളിൽ a-3b ആൻഡ് ഇവിടെ എല്ലിൻ്റെ മുകളിൽ 0. സോ a-3b ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ തേർഡ് -2c ടീൻ്റെ മുകളിൽ ഇവിടെ -1 ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് വരും? ഇവിടെ മൈനസും കട്ട് ചെയ്ത് പോയാൽ 2 അതിൻ്റെ ചോട്ടിക്ക് പോയാൽ c ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സീൻ്റെ വാല്യൂ 1/2 കിട്ടി. റെഡി ആണോ? സീൻ്റെ വാല്യൂ 1/2. സീൻ്റെ വാല്യൂ 1/2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാല്യൂവിനെ ഇവിടെ ഇട്ട് കൊടുക്കുക b+cൻ്റെ അവിടെ. അപ്പോൾ b+1/2 ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ b ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ബീൻ്റെ വാല്യൂ നമുക്ക് -1/2 കിട്ടി. റെഡി? a-3 ഇൻറ്റു -1/2 ഈസ് ഈക്വൽ ടു 0 കിട്ടും അല്ലേ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? a+3/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. a ഈസ് ഈക്വൽ ടു -3/2 എന്ന് വരും. റെഡി ആണോ? വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂ കിട്ടി. ഈ വാല്യൂസ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ പോരെ അല്ലേ. എൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂ കിട്ടി. എല്ലാ വാല്യൂസും നമുക്ക് എന്തായി ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ബീൻ്റെ വാല്യൂ ഇതാണ്, എൻ്റെ വാല്യൂ ഇതാണ്, ആൻഡ് സീൻ്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. റെഡി? അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ത് വരും? -3/2 -1/2 1/2. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അനുഷ്യ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. ഓക്കെ, എല്ലാവരും ആൻസർ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, വെറുതെ വീഡിയോ കണ്ടിരിക്കരുത്. ഒപ്പം ഒരു ബുക്കും പേനയും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ എഴുതി വെക്കുക. ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് ഇപ്പം തന്നെ ഈ ഒരു ടൈമിൽ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The force of interaction between two atoms is given by F is equal to alpha beta exponential minus x square divided by alpha kt, where x is the distance, k is the Boltzmann constant, and t is the temperature. Alpha beta are constants. The dimension of beta is beta and dimension ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ബീറ്റ ആൻഡ് ഡയമെൻഷൻ ആണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്കിത് വർക്കൗട്ട് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിയിട്ടോ. നോക്കിയേ, എൻ്റെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു നോക്കിയേ ആൽഫ ബീറ്റ എക്സ്പോണൻഷ്യൽ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ കെ ടി. റെഡി? ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അത് എനിക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ആൽഫാൻ്റെ ഡയമെൻഷൻ അല്ല ബീറ്റാൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആൽഫാൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാലേ ബീറ്റാൻ്റെ ഡയമെൻഷനിലേക്ക് എത്താൻ പറ്റുമോ? എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്തേ. എനിക്ക് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ആൻസർ കിട്ടണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യും. ഇവിടെ ഞാൻ നോക്കട്ടോ, ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്.
നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ആളുകൾക്കൊന്നും എന്തുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അതായത് ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് വിട്, ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ പാർട്ടി ഇല്ലേ, ആരാണ് ആ പാർട്ടി? x² ഡിവൈഡഡ് ബൈ ആൽഫ KT. ഇതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? m⁻⁴, l⁻⁴, t⁻⁴ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? m⁻⁴, l⁻⁴, t⁻⁴ ആയിരിക്കും. സംശയമുണ്ടോ? ഇല്ല. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് ആയിരിക്കണം അല്ലെ? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എത്രയാ? എക്സിൻ്റെ ഡയമെൻഷൻ എത്രയാ? എക്സിൻ്റെ ഡയമെൻഷൻ L ആണ്. അപ്പോൾ l² ഡിവൈഡഡ് ബൈ ആൽഫാൻ്റെ അറിയില്ല. ഇനി K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണെന്നും T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ അറിയണം. പക്ഷേ അവിടെ നമ്മളൊരു ഐഡിയ നമുക്കറിയാം. നമുക്ക് ബോൾട്സ്മാൻ ഇക്വേഷൻ അറിയാം. നോക്കിയേ, എന്താണ് ഈ ബോൾട്സ്മാൻ ഇക്വേഷൻ? വളരെ സിമ്പിളാണ്. PV is equal to KB into NT. N is a number of molecules. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ PV is equal to KB into T. സോ PV is equal to, ഇവിടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് K ആണ് എന്നിരിക്കുന്നത്, KT. അപ്പോൾ KT എന്ന് പറയുന്നത് PVക്ക് ഈക്വൽ ആണ്. ആരാണ് ഈ PV? പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് പ്രഷർ എനർജിയാണ്. പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പ്രഷർ എനർജിയാണ്. ആ പ്രഷർ എനർജി, അപ്പോൾ അതൊരു എനർജിയാണ്. സോ KTൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? എനർജീൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ml² t⁻⁻² ആയിരിക്കും. റെഡി? സോ KTൻ്റെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് PVൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. അതാണെങ്കിൽ പ്രഷർ എനർജിയാണ്, അതാണെങ്കിൽ ml² t⁻⁻² ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? ഇൻറ്റു ആൽഫേൻ്റെ അറിയില്ല കേട്ടോ. ml² t⁻⁻² ഈസ് ഈക്വൽ ടു എന്ത് വരും? m⁻⁴, l⁻⁴, t⁻⁴. റെഡി? അത് 1 ആണ് അല്ലേ? ഡയമെൻഷൻലെസ് പറഞ്ഞാൽ m⁻⁴, l⁻⁴, t⁻⁴, അതിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ l² ഡിവൈഡഡ് ബൈ ഇത് l² കട്ട് ചെയ്ത് പോയി. ഇനിയിപ്പോൾ l² എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. l² ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ l² എഴുതുന്നില്ല. l² കട്ട് ചെയ്ത് പോയി. അപ്പോൾ 1/α m t⁻⁻² ഈസ് ഈക്വൽ ടു 1 വരും. നോക്കിയേ, ആൽഫ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. നോക്കിയേ, അപ്പോൾ എന്ത് വരും? ആൽഫ ഈസ് ഈക്വൽ ടു 1/m t⁻⁻² എന്ന് വരില്ലേ? ഈ m മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ m മുകളിലേക്ക് പോയി m⁻⁻1, t⁻⁻² മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? t² ആയി. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? m⁻⁻1 t² ആയിരിക്കും നമ്മുടെ ആൻസർ. റെഡിയാണോ? അനുഷ്യയ്ക്ക് കിട്ടിയോ? അനുഷ്യയ്ക്ക് കിട്ടിയോ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? നമ്മുടെ ആൻസർ എന്താണ്? m⁻⁻1 t⁻². ഓക്കെ, ഇത് ആൽഫാൻ്റെ ഡയമെൻഷനാണ്. ഇത് ആൽഫാൻ്റെ ഡയമെൻഷനാണ്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫാൻ്റെ അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബീറ്റാൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ അറിയാം. F ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ. എക്സ്പോണൻഷ്യൽ വിട്, എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ F ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് F ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആൽഫ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഡയമെൻഷൻ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് F ബൈ ആൽഫ. റെഡിയാണോ? ഓക്കെ, D ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, F ബൈ ആൽഫ. F എന്താ? ml t⁻⁻². ഫോഴ്സ് അല്ലടാ, ml t⁻⁻² ഡിവൈഡഡ് ബൈ m⁻⁻1 t² വരില്ലേ? വരും. അപ്പോൾ ഈ m⁻⁻1 മുകളിലേക്ക് പോയാൽ m² ആയി. l t⁻⁻² ആയിട്ട് മുകളിലേക്ക് പോയാൽ -4. സോ m² l t⁻⁻4 ആയിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. m² l t⁻⁻4. റെഡിയാണോ? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് m² l t⁻⁻4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റെഡി? അപ്പോൾ നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? ഡയമെൻഷൻലെസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് m² l t⁻⁻4. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A student measuring the diameter of a pencil of circular cross section with the help of a vernier scale records the following measurements: 5.50,
5.55, 5.45 and 5.65 millimeter. The average of these four readings is 5.5375 millimeter and the standard deviation of the data is 0.07395 millimeter. The average diameter of the pencil should therefore be recorded as എന്നുള്ളതാണ് ചോദ്യം. എത്ര പേർക്ക് ഉത്തരം അറിയാം? ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്ക് ആവറേജ് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, എറർ. ആൻഡ് നമുക്ക് ആവറേജ് വാല്യൂ തന്നിട്ടുണ്ട് 5.5375, അത് ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ എററും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? നോക്കിയേ, ഈ മെഷേർഡ് വാല്യൂസ് നോക്കിയേ, മെഷേർഡ് വാല്യൂസ് ഒക്കെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്സേ ഉള്ളൂ അല്ലേ? പക്ഷേ നമ്മുടെ റീഡിങ്ങിൽ 5.5375 ആണ് നമുക്ക് ആവറേജ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ എത്രയാണ്? 0.7395 ആണ്. അപ്പോൾ ഇത് മെഷേർഡ് വാല്യൂസിൽ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്സേ ഉള്ളൂ എങ്കിൽ നമ്മുടെ റിസൾട്ടിലും എത്ര ഉണ്ടാവാൻ പാടൂ? പോയിന്റ് ശേഷം 2 ഡിജിറ്റ്സേ ഉണ്ടാവാൻ പാടൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ 5.5375നെ റൗണ്ട് ഓഫ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് പറയാം? ഒന്ന് കമൻറ്റ് ചെയ്തേ. 5.5375നെ റൗണ്ട് ഓഫ് ചെയ്താൽ ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്തു, ഡി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനുഷ മാത്രമേ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുള്ളൂ, വേറെ ആരും വരുന്നില്ല. ഓക്കെ, 5.5375നെ റൗണ്ട് ഓഫ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്തേ. ബാക്കിയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. 5.5375നെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ്. എന്ത് കിട്ടും? 5.5375നെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? റൗണ്ട് ഓഫ് ചെയ്താൽ എന്ത് കിട്ടും? അത് 5.54 ആണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? കാരണം 5 പോയി, ഇത് 8 ആയി, 8 പോയി, 3 4 ആയി. റെഡിയാണോ? അപ്പോൾ 5.54 ആവും. ഇനി 0.07395നേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അത് 0.07 അല്ലേ? 0.07 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമ്മളെപ്പോഴും ഒരു ആവറേജ് ഡയാമീറ്റർ ഓക്കെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നോക്കി, അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം? നമ്മുടെ റീഡിങ് പ്ലസ് ഓർ മൈനസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ എറർ. അപ്പോൾ എന്താ ആൻസർ വരിക? 5.54 പ്ലസ് ഓർ മൈനസ് 0.07. ഓക്കെ, റെഡിയാണോ? ഇതാണ് നമ്മുടെ ആൻസർ, 5.54 പ്ലസ് ഓർ മൈനസ് 0.07. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് വന്നൊരു ക്വസ്റ്റൻ ആണ്. എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് വെർണിയർ കാലിപ്പേഴ്സിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്ക്രൂ ഗേജിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. From the following combinations of physical constants expressed through their usual symbols, the only combination that could have the same value in different system of units. Okay, നമുക്ക് ഇതിൽ സെയിം വാല്യൂ ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വരുന്ന ഈ ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കി. നമുക്ക് അറിയേണ്ടത്, നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് എന്താ അറിയണം? ഡയമെൻഷൻസ് അറിയണം. അത് പഠിച്ചു വയ്ക്കുക. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ചു വയ്ക്കുക. എങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് E² നമ്മൾ ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്യാതെ ഞാൻ കറക്റ്റ് ഓപ്ഷൻ എടുത്ത് അത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. കുഴപ്പമില്ലല്ലോ? ഇല്ല. E² ഡിവൈഡഡ് ബൈ 2πε0 GME². ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന് മുന്നേ ചോദിക്കട്ടെ, എന്താണ് ഇ എന്ന് പറയുന്നത്? ചാർജ് അല്ലേ? ചാർജിൻ്റെ ഡയമെൻഷൻ പറഞ്ഞേ. Q = IT. ചാർജിൻ്റെ ഡയമെൻഷൻ 80. സംശയമുണ്ടോ? ചാർജിൻ്റെ ഡയമെൻഷൻ എന്താ? അത് 80 ആണ്. 80. സോ കറണ്ട് ആംബിയർ, T നമ്മൾ ടൈം. റെഡി? ആൻഡ് അടുത്ത ആളുടെ ഡയമെൻഷൻ പറഞ്ഞേ. അടുത്ത ആളുടെ ε0ൻ്റെ ഡയമെൻഷൻ ഒന്ന് പറഞ്ഞേ. കമൻറ്റ് ചെയ്തേ. ε0ൻ്റെ ഡയമെൻഷൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ε0ൻ്റെ ഡയമെൻഷൻ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, എന്ത് വരും? m raised to -1 L raised to -3 T raised to 4 A² അല്ലേ? ഇതാണ് ε0ൻ്റെ ഡയമെൻഷൻ. m raised to -1 L raised to -3 T raised to 4 A² ആണ് ε0ൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം. നോക്കിയേ,
ജീൻ്റെ ഡയമെൻഷൻ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേ. ജീൻ്റെ ഡയമെൻഷൻ ഓക്കെ, ജീൻ്റെ ഡയമെൻഷൻ വരുന്നത് m⁻⁻1 L³ T⁻². എല്ലാവർക്കും അറിയാവുന്ന ഡയമെൻഷൻ അല്ലേ, കറക്റ്റ് അല്ലേ? m⁻⁻1 L³ T⁻². ഇതാണ് ജീൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, മാസിൻ്റെ ഡയമെൻഷൻ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മാസിൻ്റെ ഡയമെൻഷൻ ആർക്കും കമൻറ്റ് ചെയ്യാം. എന്താണ്? എം തന്നെയാണ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? ദിസ് ബിക്കംസ് E² ദാറ്റ് ഈസ് A² T² ഡിവൈഡഡ് ബൈ 2π. അത് നമുക്ക് ആവശ്യമില്ല. 2π ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ε0 ഒന്ന് കമൻറ്റ് ചെയ്തേ. ε0 ഇനി കമൻറ്റ് ചെയ്യണ്ട, നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, L⁻³ T⁻4 A² ഇൻറ്റു ജി ഒന്ന് പറഞ്ഞേ. m⁻1 L³ T⁻² ഇൻറ്റു m². റെഡി അല്ലേ? m². കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളയുക. m⁻1 m⁻1 m², L⁻3 L³ T⁻4 T⁻2 T² A² എല്ലാം കട്ട് ചെയ്ത് പോയി. ഓക്കെ, എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ ആൻസർ എന്താ? ഓക്കെ, ആൻസർ 1/2π. ഓക്കെ, സൈനൈഡ് സുലു എം പറഞ്ഞിട്ടുണ്ട്. സൈനൈഡ് സുലു ഇന്നലെ ലൈവിൽ വന്നിട്ടും ഉത്തരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്നും ലൈവിൽ വന്ന് വളരെ ആവേശത്തോട് തന്നെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും ഈ ഒരു കോപ്പറേഷൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റെഡി. അപ്പോൾ 1/2π ആണ് നമ്മുടെ ആൻസർ വരിക. 1/2π. ഈ 1/2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും 1/2π എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. റെഡി അല്ലേ? 1/2π മാറുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സെയിം വാല്യൂ ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വരുന്ന ഒരേ ഒരാൾ ആരാണ്? 1/2π. റെഡിയാണോ? 1/2π വരുന്ന ഈ സംഭവം നോക്കിയേ, ഇതിൻ്റെ വാല്യൂ ഒരിക്കലും മാറില്ല, കാരണം അതൊരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടുപേര് ഓക്കെ, ഷുവർ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇൻ ആൻ എക്സ്പെരിമെന്റ് വിത്ത് വെർണിയർ കാലിപ്പേഴ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെന്റ് വിത്ത് വെർണിയർ കാലിപ്പേഴ്സ് ഓഫ് ലീസ്റ്റ് കൗണ്ട് 0.1 mm, when two jaws are joined together, the zero of the vernier scale lies right to the zero of the main scale, and a sixth division of vernier scale coincide with the main scale division while measuring the diameter of a spherical bob. The zero of the vernier scale lies in between 3.2 cm and 3.3 cm mark, and the fourth division of vernier scale coincides with the main scale division. The diameter of the bob is measured as. The diameter of the bob എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഡയമീറ്റർ നമ്മൾ സാധാരണ വെർണിയർ കാലിപ്പേഴ്സ് വെച്ച് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇത് വളരെ സിമ്പിളാണ്. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർണിയർ സ്കെയിൽ റീഡിംഗ് മൈനസ് എൽ സി അല്ലെങ്കിൽ നമ്മൾ സീറോ എറർ എന്ന് പറയും കേട്ടോ. മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർണിയർ സ്കെയിൽ റീഡിംഗ് മൈനസ് സീറോ എറർ എന്നും നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 3.2 സെൻറ്റിമീറ്റർ ആൻഡ് 3.3 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലാണ് സീറോ ഓഫ് വെർണിയർ സ്കെയിൽ ലൈ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3.2 സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? വെർണിയർ സ്കെയിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മളതിൻ്റെ ചെറിയ വാല്യൂ 3.3 3.2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 3.2 എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. പ്ലസ് VSR, വാട്ട് ഈസ് വെർണിയർ സ്കെയിൽ റീഡിംഗ്? ഇവിടെ തന്നിട്ടുണ്ട് 6th ഡിവിഷൻ ഓഫ് വെർണിയർ സ്കെയിൽ കോയിൻസൈഡ്സ് വിത്ത് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് അപ്പോൾ വെർണിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കുക? നമുക്ക് ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 6th ഡിവിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 6 × 0.1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.6 കിട്ടും കേട്ടോ. 0.6. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലാണ് നോക്കുക, ഇതൊക്കെ മില്ലിമീറ്ററിലാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? VSR കിട്ടും, വെർണിയർ സ്കെയിൽ റീഡിംഗ് കിട്ടും. മൈനസ് വാട്ട് ഈസ് സീറോ എറർ അല്ലെങ്കിൽ വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് നമുക്ക് ഗിവൺ ആണ് 0.1. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ റെഡിയായി.
ഇത്രയും വാല്യൂസ് മില്ലിമീറ്ററിലാണെന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ +2ലേക്ക് ഒന്ന് മടങ്ങിയാൽ മതി. നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, വെർനിയർ കാലിപ്പേഴ്സ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ, അതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിൽ ജോസ് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ആ ചിത്രം നോക്കുക, ഒരു തോക്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ, നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആ ബോബ് വയ്ക്കുന്നിട്ട് അതിൻ്റെ റീഡിങ്, അതിൻ്റെ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്ത് നിങ്ങൾ +2ൽ ചെയ്തിട്ടുണ്ടാവും, ഓർത്തെടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ലാബിൽ ഈ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വലുതായിട്ട് വരും, പക്ഷേ അതിൽ ചെയ്യാനുള്ളത് എന്തായിരിക്കും, വളരെ ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പോൾ 3.2 സെൻറ്റിമീറ്റർ പ്ലസ് 0.5 മില്ലിമീറ്റർ എന്ന് വരും കേട്ടോ, 0.5 മില്ലിമീറ്റർ. ആ 0.5 മില്ലിമീറ്റർ നമുക്ക് 0.05 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 3.25 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കുക, നിങ്ങളുടെ ലാബിലെ ബുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. 3.25 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. മുവാദ് മുഹമ്മദ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം, 6th ക്വസ്റ്റിനിലേക്ക് പോവാം. ചിത്രം നോക്കിയേ. As shown in the figure, a particle is moving with a constant speed pi meter per second. Considering its motion from A to B, the magnitude of the average velocity is. ഓക്കെ, ഇതാണ് ഫിഗർ. ഇത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചേ. 3 പേരാണ് നമ്മളുടെ ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. വേഗം ബാക്കി 17 പേര് നമ്മുടെ ലൈവ് കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയേ, ഇതിൻ്റെ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. As shown in the figure, a particle is moving with a constant speed pi meter per second. ഓക്കെ, ഈ ഫിഗർ ഞാൻ ഒന്ന് എടുത്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഈ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വരയ്ക്കുകയാണ്. ഇതൊരു വട്ടാണ്. ഓക്കെ, ആൻഡ് AB 2 പോയിന്റ്സ് നോക്കിയേ. ഇത് A എന്ന് പറയുന്നൊരു പോയിന്റ്, നോക്കിയേ. ഇത് B എന്ന് പറയുന്നൊരു പോയിന്റ് കേട്ടോ, ഇത് B എന്ന് പറയുന്നൊരു പോയിന്റ്. റെഡി? ഇവിടെ വെലോസിറ്റി ഞാൻ വരച്ചേ, ഇത് V ആണ് ഇതിൻ്റെ വെലോസിറ്റി. ഇവിടെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ഇതാണ്. അതൊന്നും നമുക്ക് ഇവിടെ പ്രശ്നമല്ല. നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഓക്കെ, 120 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താണ് ഇതിൻ്റെ ആൻസർ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. റെഡി? എങ്ങനെ കണ്ടെത്താം? നമ്മൾ ആവറേജ് വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. അതിൽ വല്ല തർക്കമുണ്ടോ? ആവറേജ് വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. റെഡി? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ആൻസർ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. നോക്കി, ഞാൻ ഈ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റും നോക്കി, ഞാൻ ആ 120 ഡിഗ്രിയിൽ ബി എന്ന് പറയുന്ന ഈ പോയിന്റും ഞാൻ വരച്ചു. റെഡി? അത് രണ്ടും റേഡിയസ് ആണ്, അപ്പോൾ രണ്ടും സെയിം ലെങ്ത് വരും. ഓക്കെ, രണ്ടും സെയിം ലെങ്ത് ആയിരിക്കുക. നിങ്ങൾക്ക് വല്ല ഇവിടെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? സെയിം ലെങ്ത്തിലാക്കുക. ആൻഡ് ഈ എനെയും ബിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേ. ഓക്കെ, ദിസ് എ സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് എ ആൻഡ് ബി. ആൻഡ് ഈ ഒരു പോയിന്റ് നിന്ന് നോക്കിയേ, ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എല്ലാം റെഡി. അങ്ങനെയാണെങ്കിൽ ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. വല്ല തർക്കമുണ്ടോ? ഇല്ല. ഇത് റേഡിയസ് 6, ഇത് റേഡിയസ് 6. തർക്കമില്ലല്ലോ. ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് കൊടുത്തു, ഈ ഡിസ്റ്റൻസും ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഒരു തർക്കവും ഇല്ലല്ലോ. ഓക്കെ, എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ ഇത് 6 ആണ്. ഓക്കെ, റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2x ആണ്. അപ്പോൾ ഞാൻ എക്സ് കണ്ടുപിടിച്ച് 2x ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുകയാണ്. നോക്കിയേട്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ എക്സ് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നോക്കിയേ, എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാണ്? സൈൻ 60 കാണുകയാണ്. നോക്കിയാട്ടോ, ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ 60 കാണുകയാണ്. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എക്സ് ഡിവൈഡഡ് ബൈ 6. സോ എക്സ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു സൈൻ 60 എന്ന് വരില്ലേ? 6 sin 60, 6 ഇൻറ്റു സൈൻ 60 √3/2 വരില്ലേ? അപ്പോൾ എന്ത് വരും? 6 √3/2. അത് എക്സ് ആണ്. ദർഫോർ 2x എന്ത് വരും? 2x ദൂരം 2 ഇൻറ്റു 6 ഇൻറ്റു √3/2 വരും. അങ്ങനെ 2 ഇൻറ്റും കട്ട് ചെയ്തിട്ട് 2x ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയായി? അത് √3r നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ എ എന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്?
അത് √3r ആണ്. ഓക്കെ, എ നിന്ന് ബിയിലേക്കുള്ള ദൂരം √3r ആണ് നമുക്ക് കിട്ടി. അതിൽ വല്ല തർക്കമുണ്ടോ? ഇല്ല, അത് കിട്ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി, √3r കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ടൈം കണ്ടുപിടിക്കണം. അത് എ നിന്ന് ബിയിലെത്താൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. എ നിന്ന് ബിയിലെത്താൻ എത്ര സമയം എടുത്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം അല്ലേ? എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം എങ്കിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാം. എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr. നമ്മൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം അല്ലേ? മൊത്തം 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രിയുടെ എത്ര പാർട്ട് ആംഗിൾ ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു 2πr ചെയ്താൽ നമുക്ക് കിട്ടും എത്ര ആംഗിൾ കവർ ചെയ്തിരിക്കുന്നു. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, നമുക്കറിയാം, ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. തീറ്റ ബൈ 360 ഇൻറ്റു 2πr. തീറ്റ ഇവിടെ എത്രയാ? 120. 120 ബൈ 360 ഇൻറ്റു 2πr. 120 ഇൻറ്റു 3 360. അപ്പം എന്ത് വരും? 2/3πr വരില്ലേ? അല്ലെങ്കിൽ 2πr/3 വരില്ലേ? ഓക്കെ, 2πr ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 2πr/3 ഇതാണ് നമ്മുടെ എന്ത് വരിക? 2πr/3 ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് വരിക. ഡിസ്റ്റൻസ് അത്ര കിട്ടി. ഡിസ്റ്റൻസ് അത്ര കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയോ? ഡിസ്റ്റൻസ് കിട്ടിയോ? ഓക്കെ, ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ സമയം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സമയം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് 2πr ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ വെലോസിറ്റി? നമുക്ക് തന്നിട്ടുണ്ട്, ദിസ് ഈസ് ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് π m/s അല്ലേ? ഇതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് സ്പീഡ് π m/s അങ്ങനെയാണെങ്കിൽ പൈ നമ്മൾ ഇട്ട് കൊടുത്തു. പൈയും ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? 2r ഡിവൈഡഡ് ബൈ 3 എന്ന് എനിക്ക് ആൻസർ കിട്ടി. 2r ഡിവൈഡഡ് ബൈ 3 കൃത്യമായിട്ട് കിട്ടിയോ? 2r/3 ആൻസർ കിട്ടി. 2r/3 ആണ് എൻ്റെ എന്ത് വരുന്നത്? സമയം വരുന്നത്. സോ എനിക്കിവിടെ സമയവും കിട്ടി, എനിക്കിവിടെ ഡിസ്റ്റൻസും കിട്ടി. നോക്കിയേ, സമയവും കിട്ടി, ഡിസ്പ്ലേസ്മെന്റും കിട്ടി. ഓക്കെ, റെഡിയാണോ? സമയവും കിട്ടി, ഡിസ്പ്ലേസ്മെന്റും കിട്ടി. ജാസി ഗിഫ്റ്റോ? ആരത്? ജാസി ടി. ഓക്കെ, ജാസി ടി, ഹലോ. യെസ്, കിട്ടിയോ? ആൻസർ കിട്ടിയോ? ജാസ് വൈ ടിക്ക് ആൻസർ കിട്ടിയോ? അനുഷ്യക്ക് കിട്ടിയോ? സൈനൈഡ് സുലു, മുആദ് മുഹമ്മദ് ആൻസർ കിട്ടിയോ? യെസ്, ഡി ആണെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്ക് രണ്ടും കിട്ടി കേട്ടോ. രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് വരും? ദർഫോർ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഓക്കെ, 1.5 √3 എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം. നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അപ്പം എന്ത് വരും? √3r ഡിവൈഡഡ് ബൈ ടൈം ഈസ് 2r/3. അപ്പോൾ ഈ r കട്ട് ചെയ്ത് പോയി, ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ 3√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. 3√3 എന്ന് പറഞ്ഞാൽ 3/2 1.5 ആണ്. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1.5 √3 m/s കിട്ടി അല്ലേ? 1.5 ഓക്കെ, 1.5 √3 m/s കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റിയ സൈനൈഡ് മുഹമ്മദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അനുഷ്യ, ജാസ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നതിനോടൊപ്പം ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തേ. The velocity of the bullet becomes 1/3 after it penetrates 4 cm in a wooden block. Assuming that bullet is facing a constant resistance during its motion in the block, the bullet stops completely after traveling 4+x cm inside the block. Then the value of x is, ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്തേ. The velocity of the bullet becomes 1/3 after it penetrates 4 cm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? The bullet stops completely after traveling at 4+x cm inside the block. The value of x is എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നമുക്കിത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി യു. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് കേസ് ആട്ടോ u/3 എന്ന് എടുത്തു കേട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു u/3 എന്ന് ഞാൻ എടുത്തു, ഫസ്റ്റ് കേസ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണ് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആക്സലറേഷൻ കണ്ടുപിടിക്കുകയാണ്. v² - u² ഇസ് ഈക്വൽ ടു 2as വരും. അങ്ങനെയാണെങ്കിൽ u/3 the whole square minus u² is equal to 2 into a into 4 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും നോക്കിയേ, ഇതിനൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. u² ഡിവൈഡഡ് ബൈ 9 മൈനസ് u² ഈസ് ഈക്വൽ ടു 2a into 4 വരും. ശരിക്കും ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, നമ്മൾ വാല്യൂ ഇട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ u² മൈനസ് 9u² ഈസ് മൈനസ് 8u² ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 2a into 4. therefore ആൻസർ ഈസ് എന്ത് വരും? 4u² ബൈ 4 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് വരും? u² ബൈ 9 കിട്ടും അല്ലേ? ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? u² ബൈ 9. ഓക്കെ, സോ ആക്സിലറേഷൻ ഓഫ് ദി ബുള്ളറ്റ് ഇൻസൈഡ് ദി ബ്ലോക്ക് എത്രയാണ്? u² ബൈ 9 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് എടുക്കാം. ഇനി എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് വന്നു, ഫൈനൽ വെലോസിറ്റി ബുള്ളറ്റ് സ്റ്റോപ്സ് കംപ്ലീറ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി എന്താവും? 0 ആവും അല്ലേ? ഫൈനൽ വെലോസിറ്റി 0. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as. ഞാൻ വീണ്ടും ഈ ഇക്വേഷൻ്റെ സഹായം തേടിട്ടോ, ഇക്വേഷൻ്റെ സഹായം വീണ്ടും തേടി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 ആവും. അപ്പോൾ 0² മൈനസ് u² എന്ന് തന്നെ ഇട്ടു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു u² ഡിവൈഡഡ് ബൈ 9. അതാണ് നമുക്ക് ആക്സിലറേഷൻ അവിടെ കിട്ടിയത് അല്ലേ? ഇൻറ്റു എന്ത് വരും? എസ് എത്രയാ? 4+x. ഓക്കെ, 4+x അല്ലേ? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 4+x ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കും എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് വരും? ഓക്കെ, u² കട്ട് ചെയ്ത് കളയുക അല്ലേ? സോ എന്ത് വരും? u² പോയി കഴിഞ്ഞാൽ ഈ 9 മുകളിലേക്ക് വന്നാൽ 9/2 ഈസ് ഈക്വൽ ടു 4+x വരും. 9/2 ഈസ് 4.5. 4.5 ഈസ് ഈക്വൽ ടു 4+x വരും. 4.5 മൈനസ് 4 ഈസ് ഈക്വൽ ടു x വരും. x ഈസ് ഈക്വൽ ടു 0.5 വരും അല്ലേ? എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുക? 0.5. സോ ആൻസർ ഈസ് 0.5. ഓക്കെ, സി എന്നാണ് നമ്മുടെ ആൻസർ വരിക. റെഡി ആണോ? നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.5 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എപ്പോഴും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയൊരു പ്രോബ്ലം ആയിരിക്കും. എ ജഗ്ലർ ത്രോസ് എ ബോൾസ് വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ദ സെയിം ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എയർ. വെൻ ദ ഫസ്റ്റ് ബോൾ റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പൊസിഷൻ ഹി ത്രോസ് ദ നെക്സ്റ്റ് ബോൾ. ഫസ്റ്റ് ബോൾ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ അയാൾ അടുത്ത ബോൾ എറിയും. ഇങ്ങനെ ബോൾ എറിഞ്ഞ് കളിക്കുന്ന ഒരാൾ. ഓക്കെ, അസ്യൂമിങ് ദ ജഗ്ലർ ത്രോസ് n balls per second, the maximum height the balls can reach is. എങ്ങനെ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം? മാക്സിമം ഹൈറ്റ് ദ ബോൾസ് ക്യാൻ റീച്ചസ് n balls per second ജഗ്ലർ എറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബോള് നമുക്ക് എത്ര ചോദ്യമല്ലേ ചോദിച്ച്? മാക്സിമം ഹൈറ്റ് ദ ബോൾസ് ക്യാൻ റീച്ച്. മാക്സിമം ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എത്ര ബോൾ എന്നല്ല. മാക്സിമം ഹൈറ്റ് ദ ബോൾസ് ക്യാൻ റീച്ചസ് എച്ച് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? ഒന്ന് കമൻറ്റ് ചെയ്ത്. എങ്ങനെ നമുക്ക് ഏത് ലോജിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് മാക്സിമം ഹൈറ്റ് ഞാൻ എടുക്കാൻ പോകുന്നു കേട്ടോ. ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് മാക്സിമം ഹൈറ്റ് നോക്കിയേ, അത് ഞാൻ ടി ഈസ് ഈക്വൽ ടു ഞാൻ എന്തെഴുതി? v/g എന്ന് എഴുതി. കാരണം എന്താണ്? നമുക്ക് മുകളിലെത്തുമ്പോൾ ഇതെന്താവും? വെലോസിറ്റി 0 ആവും. നമ്മൾ വെലോസിറ്റി u എന്ന് നമ്മൾ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? v/g. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു v/g. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി ഓഫ് ത്രോ എന്താണ്? പന്തെറിയുന്നതിൻ്റെ ഫ്രീക്വൻസി. ഞാൻ ഫ്രീക്വൻസി മോഡൽ എടുക്കുക കേട്ടോ. ഫ്രീക്വൻസി ഓഫ് ത്രോ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ത്രോ n balls per second ആണ് എറിയുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു നോക്കിയേ, n ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി n വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. n ഈസ് ഈക്വൽ ടു ഞാൻ ഫ്രീക്വൻസി അറിയാമല്ലോ 1 ടൈം പീരീഡ് ആണ് അല്ലേ? 1/t ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണ്. അതായത് ഒരു ബോൾ മുകളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം അല്ലേ? ആ n ഈക്വൽ ടു 1/t ഞാൻ ഇട്ട് കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 1/v/g ആയിരിക്കും എന്ത് വരിക?
ഫ്രീക്വൻസി വരിക. നോക്കിയാൽ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്. n is equal to 1/t 1/v/g. Therefore this equal to എന്ത് വരും? g/v എന്ന് വരും കേട്ടോ. g/v എന്ന് വരും. അങ്ങനെയാണെങ്കിൽ v is equal to എന്ത് വരും? v is equal to g/n വരും. നോക്കിയേ, അപ്പം നമുക്ക് വെലോസിറ്റി ഓഫ് ത്രോ കിട്ടി. എത്രയാ? g/n ആണ്. v is equal to g/n കിട്ടി. കറക്റ്റ് ആണോ? g/n കിട്ടി. Then the maximum height the ball can reach എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, then the maximum height the ball can reach is equal to maximum height the ball can reach അല്ലേ? ball can reach is equal to എന്ത് വരും? h is equal to v square by 2g ആണ്. നമ്മൾക്കറിയാം ഈക്വേഷൻ അല്ലേ? h is equal to u square by 2g എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം v square by 2g എന്ന് ഞാൻ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ v എന്താ? g. അപ്പോൾ g സ്ക്വയർ ബൈ n സ്ക്വയർ ഇൻറ്റു 2g എന്ന് വരും. ഈ ജിയും ഒരു ജിയും കട്ട് ചെയ്ത് പോയി. നമ്മുടെ ആൻസർ എന്തായി? g/2n സ്ക്വയർ. g/2n സ്ക്വയർ ഈസ് അവർ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പോട് കൂടി നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് മാക്സിമം ഹൈറ്റ്, അത് u/g ആണ്. ഞാൻ അവിടെ v എന്ന് എടുത്തു എന്നുള്ളൂ. v/g ഞാൻ ഇട്ട് കൊടുത്തു. കാരണം v ഈക്വൽ ടു നമുക്കറിയാം u + at അങ്ങനെയുള്ള ഇക്വേഷൻ എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഓഫ് ത്രോ n is equal to 1/t അല്ലേ? അത് g/v. അപ്പോൾ v is equal to g/n. Then maximum height the ball can reach h is equal to v square by 2g. അങ്ങനെയാണെങ്കിൽ h is equal to എന്ത് വരും? g/2n സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 9th ക്വസ്റ്റ്യൻ നോക്കിയേ. In the cube of side A shown in the figure, the vector from the central point of the face ABOD to the central point of the face BEFO will be. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തേ. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയേ എല്ലാവരും. ഓക്കെ, മുഹമ്മദ് മുഹമ്മദ് പറയുന്നു എ ആണെന്ന്. എ അല്ലടാ, ഡി ആണ്. ഡി ആണ് ആൻസർ. g/2n സ്ക്വയർ ആണ് ആൻസർ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി. ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എച്ച് എന്ന് പറയുന്ന പോയിന്റിലേക്ക്, എവിടുന്ന? സെൻട്രൽ പോയിന്റ് ഓഫ് ഫേസ് ABOD ടു സെൻട്രൽ പോയിന്റ് ഓഫ് ഫേസ് BEFO, അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. അപ്പോൾ ABOD നോക്കിയേ, ഞാൻ ABOD ഒന്ന് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. നോക്കിയേ, ABOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭാഗമാണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ്. നോക്കി, അത് ഏത് പ്ലെയിനാണ് വരുന്നത്? അത് XZ പ്ലെയിനാണ്. XZ പ്ലെയിനിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് G സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് എവിടേക്കാണ് പോകുന്നത്? അത് ഏത് പ്ലെയിനിലേക്കാണ് പോകുന്നത്? BEFO ഈ പ്ലെയിനാണ്. നോക്കിയേ, ഈ പ്ലെയിൻ ഏത് പ്ലെയിനാണ്? ഈ പ്ലെയിൻ എന്ന് പറയുന്നത് അത് ZY പ്ലെയിൻ ആണ്. ZY പ്ലെയിൻ. അപ്പോൾ XZ പ്ലെയിനിൽ നിന്ന് ZY പ്ലെയിനിലേക്ക് ആണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്? പോകുന്നത് അല്ലേ? XZ പ്ലെയിനിൽ നിന്ന് ZY പ്ലെയിനിലേക്കാണ് ഈ ഒരു സാധനം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഈ ഒരു വര എന്ത് ചെയ്യുന്നത്? പോകുന്നത് അല്ലേ? വെക്റ്റർ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് XZ പ്ലെയിനിൻ്റെ കാര്യം എഴുതാം, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് RG എഴുതാം, പൊസിഷൻ വെക്ടർ ഓഫ് G എഴുതാം. അതിന് RG എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു കേട്ടോ. അത് കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. ഇതിൻ്റെ സൈഡ് A എന്ന് തന്നിട്ടുണ്ട്, എല്ലാ ക്യൂബാണ്, അതിൻ്റെ സൈഡ് A എന്ന് തന്നിട്ടുണ്ട്. സോ ആ മിഡ് പോയിന്റ് ആണെങ്കിൽ A/2 ഇൻറ്റു എന്ത് വരും? I ക്യാപ്പ് വരില്ല, കാരണം XZ പ്ലെയിൻ അല്ലേ. അപ്പോൾ I ക്യാപ്പ് പ്ലസ് A/2 ഇൻറ്റു K ക്യാപ്പ് എന്ന് ഞാൻ എഴുതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ XZ പ്ലെയിനെയാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? XZ പ്ലെയിനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ A/2 I ക്യാപ്പ് പ്ലസ് A/2 K ക്യാപ്പ് എന്ന് വരും അല്ലേ? ഇനി അടുത്ത നോക്കിയേ, എച്ചിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതിക്കേ. RH is equal to A/2 ഇൻറ്റു സെയിം ആണ്. ഇനി അത് ഏത് പ്ലെയിനാണ് നോക്കിക്കോട്ടോ? YZ പ്ലെയിൻ ആണ്. അപ്പോൾ ഞാൻ എഴുതി A/2 ഇൻറ്റു J ക്യാപ്പ് പ്ലസ് A/2 ഇൻറ്റു K ക്യാപ്പ് എന്ന് എഴുതി. കാരണം അത് ഏത് പ്ലെയിനാണ്? അത് YZ പ്ലെയിൻ ആണ്. അത് YZ പ്ലെയിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ദ വെക്റ്റർ ഫ്രം സെൻട്രൽ പോയിന്റ് ഓഫ് ദ ഫേസ് ABOD ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വെക്റ്ററിന്റെ നീളം അല്ലേ, ഈ വെക്റ്ററിന്റെ നീളം അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിൽ ബി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? RH മൈനസ് RG ചെയ്താൽ മതി അല്ലേ, RH മൈനസ് RG അത് ചെയ്താൽ മതി. നമുക്ക് പൊസിഷൻ വെക്ടറിനെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വെക്ടറിനെ കിട്ടും. അപ്പോൾ എന്ത് വരും? A/2 ഇൻറ്റു J ക്യാപ്പ് പ്ലസ് A/2 ഇൻറ്റു K ക്യാപ്പ് മൈനസ് A/2 ഇൻറ്റു I ക്യാപ്പ് മൈനസ് ബ്രാക്കറ്റ് വരുന്നതുകൊണ്ട് മൈനസ് A/2 ഇൻറ്റു K ക്യാപ്പ് വരും. A/2 K ക്യാപ്പ് A/2 K ക്യാപ്പ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടും? A/2 J ക്യാപ്പ് മൈനസ് A/2 I ക്യാപ്പ് എന്ന് വരും. അതാണ് RH മൈനസ് RG. RH മൈനസ് RG ഇസ് ഈക്വൽ ടു A/2 J ക്യാപ്പ് മൈനസ് A/2 I ക്യാപ്പ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? A/2 J ക്യാപ്പ് മൈനസ് I ക്യാപ്പ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ, സി ആണ് കറക്റ്റ് ആൻസർ. മുവാദ് മുഹമ്മദ്. വേറെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, a girl standing on the road holds her umbrella at 45 degree with the vertical to keep the rain away. Okay, rain away. If she starts running without the umbrella with the speed of 15√2 km/h, the raindrops hit her head vertically. അല്ലേ, അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ റെയിൻ ഡ്രോപ്പ് ഹിറ്റ്സ് ഹർ വെർട്ടിക്കലി. The speed of the raindrop with respect to the moving girl is എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. വെക്ടറിൻ്റെ ഒരു പ്രോബ്ലം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ഗേൾ ഇങ്ങനെ റൺ ചെയ്യുന്നു അല്ലേ, ഗേൾ ഇങ്ങനെ റൺ ചെയ്യുന്നു. ആൻഡ് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് റെയിൻ താഴേക്ക് വീഴുന്നു. നമുക്കിത് വേറെ രീതിയിൽ വരയ്ക്കാം കേട്ടോ. നോക്കിയേ, ഇത് റെയിൻ ഈ ഡയറക്ഷനിൽ ഞാൻ എടുത്തു. ഈ ഡയറക്ഷനിൽ ഗേൾ റൺ ചെയ്യുന്നു, വെലോസിറ്റി ഓഫ് ഗേൾ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ അത് ഈ ഡയറക്ഷനിലായിരിക്കും. റെയിൻ ഇത് ഇങ്ങനെ വരുന്നു, റെയിനിൻ്റെ ഡയറക്ഷൻ. ആൻഡ് VG ഗേൾ ഇത് ഇങ്ങനെ റൺ ചെയ്യുന്നു എങ്കിൽ ഈ ആംഗിൾ ആണ് 45 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ അല്ലേ, വിത്ത് വെർട്ടിക്കൽ. അപ്പോഴാണ് എന്ത് ചെയ്യുക? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ ആണ് എന്ത് ചെയ്യുന്നത്? റിസൾട്ടൻ്റ് വെക്റ്റർ. അതുകൊണ്ടാണ് അത് വെർട്ടിക്കലി ഈ കുട്ടിയുടെ തലയിൽ വന്ന് എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. എങ്ങനെ ഓടുമ്പോൾ? ഈ വെലോസിറ്റിയിൽ ഓടുമ്പോൾ, 15√2 km/h ഓടുമ്പോൾ. ആ റീസൺ കൊണ്ടാണ് അത് തലയിൽ വന്ന് അടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ടൻ്റ് വെക്റ്റർ ഈ വെർട്ടിക്കൽ വെക്റ്റർ ആയിരിക്കും. റെയിൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, 45 ഡിഗ്രി ആംഗിളും വരും. ഓക്കെ, ആൻഡ് വെലോസിറ്റി ഓഫ് ഗേൾ ഇതാണ്. റെഡിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. tan 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് VRG. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് റെയിൻ ഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു മൂവിങ് ഗേൾ VRG കണ്ടുപിടിക്കാം. VRG ഈസ് ഈക്വൽ ടു VG ഡിവൈഡഡ് ബൈ tan 45 അല്ലേ. VG എന്ന് പറയുന്നത് 15√2 km/h ബൈ tan 45 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? 15√2 km/h. അത് കാണാമല്ലോ അവിടെ അല്ലേ, ഓപ്ഷനിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15√2 ഇൻറ്റു √2 ബൈ √2. √2 കട്ട് ചെയ്ത് വേണ്ട. √2 ഇൻറ്റു √2 2 ഇൻറ്റു 15 30 30 ബൈ √2 ഈസ് അവർ ആൻസർ അല്ലേ. സി ഈസ് അവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ആൻസർ കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മുവാദ് മുഹമ്മദ് കമൻറ്റ് ചെയ്തത് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അല്ലേ, ഇത് C ആണ്. വേറെ ആർക്കെങ്കിലും ചെയ്ത് നോക്കി കിട്ടാതിരിക്കുന്നുണ്ടോ? എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്യുക, വീണ്ടും വീഡിയോ കാണുക. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ JEE കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ അത്ഭുതപ്പെടും, ഉറപ്പാണ്. ഫിസിക്സ് പ്രത്യേകിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റ് ഫിസിക്സ് ആയാലും ശരി, കെമിസ്ട്രി ആയാലും ശരി, മാത്സ് ആയാലും ശരി, നമ്മൾ എന്ത് ചെയ്യാം? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇരുന്ന് ഒരു നോട്ടിൽ എഴുതി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാവും, ഉറപ്പാണ്. എങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ,
A plain electromagnetic wave of frequency 20 megahertz propagates in free space along x direction at a particular space and time. E is equal to 6.6 joule joule അല്ല j cap volt per meter. What is the B at that point? Okay, വളരെ സിമ്പിൾ ആണ്. നോക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ വെക്ടർ തന്നിട്ടുണ്ട് 6.6 j cap അല്ലേ, ആൻഡ് ന്യൂ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 20 മെഗാ ഹെർട്സ് അല്ലേ, ആൻഡ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ഫ്രീ സ്പേസ് അലോങ് എക്സ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെലോസിറ്റി ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. വെലോസിറ്റീൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഐ ക്യാപ്പ് അലോങ് എക്സ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ഐ ക്യാപ്പ്. റെഡി ആണോ? എങ്കിൽ എന്തിനാ നമ്മൾ ഐ ക്യാപ്പ് കൊടുത്ത്? ദ വേവ് ഈസ് മൂവിങ് അലോങ് എക്സ് ഡയറക്ഷൻ, സോ പ്രൊപ്പഗേഷൻ ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഐ ക്യാപ്പ് കൊടുത്തത്. അലോങ് എക്സ് ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ സിയും കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി കണ്ടുപിടിക്കണം. നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ഇ ബൈ സി. ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി, അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. ഇതൊരിക്കലും മറക്കരുത്. ബി ഈസ് ഈക്വൽ ടു ഇ ബൈ സി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ബി ഈസ് ഈക്വൽ ടു ഇ ബൈ സി. സോ B is equal to 6.6 divided by 3 × 10⁸. 3 6.6 2.2. 2.2 × 10⁻⁻8 ആൻസർ അല്ലേ. ആൻസർ ആയില്ലേ? ആൻസർ ആയി. എങ്കിൽ ഇവിടെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷനും 2.2 × 10⁻⁸ ആണ്. എല്ലാ ഓപ്ഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കണ്ടെത്തണം. എന്ത്? ഡയറക്ഷൻ കണ്ടെത്തണം. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി, ഐ ക്യാപ്പ് ഉണ്ട്, കെ ക്യാപ്പ് ഉണ്ട്, കെ ക്യാപ്പ് ഉണ്ട്, ഐ ക്യാപ്പ് ഉണ്ട്, എല്ലാത്തിനും നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. നമുക്ക് ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇ ക്രോസ് ബി എന്ന് പറയുന്നത് സി ആണ് അല്ലേ. E cross B is equal to C ആണ്. സോ C is always perpendicular to E and B. അല്ലെങ്കിൽ 3 വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. 3 വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇയും ബിയും സിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് ഐ ക്യാപ്പിലൂടെയാണ്, ഇത് ജെ ക്യാപ്പിലൂടെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ഏതിലൂടെ ആയിരിക്കും? കെ ക്യാപ്പിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ഇതിൽ നെഗറ്റീവ് വരാതിരിക്കുന്നിടത്തോളം കാലം നെഗറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? Answer is B. Answer is B. 2.2 × 10⁻⁻8 K cap ആണ് നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. ഇ ക്രോസ് ബി സി. റെഡി ആണോ? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. റെഡി? അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി? യെസ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കി, 12ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. തെറ്റാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തിൻ്റെ ആവശ്യമില്ല? മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അതിന് എന്തിലും ട്രാവൽ ചെയ്യാം, വാക്വത്തിലും ട്രാവൽ ചെയ്യാം. മീഡിയം ആവശ്യമില്ലാത്ത ഒരാളാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലേ. ബി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. തെറ്റാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ചാർജസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. തെറ്റാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്ററി മോഷൻ ഓഫ് ചാർജസ് ഓർ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്ററി മോഷൻ ഓഫ് ചാർജസ് ഓർ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ്. സോ യൂണിഫോം വെലോസിറ്റി മീൻസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. അതും തെറ്റാണ് അല്ലേ. അപ്പൊ അതും തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി ബോത്ത് എനർജി ആൻഡ് മൊമെന്റം ആസ് ദേ പ്രൊപ്പഗേറ്റ് ത്രൂ സ്പേസ്. വളരെ കറക്റ്റ് ആണ്. അത് എനർജിയും ക്യാരി ചെയ്യും, മൊമെന്റവും ക്യാരി ചെയ്യും. P is equal to U by C. അതാണ് നമ്മുടെ എന്ത് വരിക? മൊമെന്റത്തിന്റെ ഇക്വേഷൻ വരിക. എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ E സ്ക്വയർ. അതൊക്കെ നമുക്ക് അറിയാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്ത് വരിക? കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അടുത്ത, ഗിവൺ ബിലോ ഇൻ ദ ലെഫ്റ്റ് കോളം ആർ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നത് ഇൻഫ്രാറെഡ് കൊണ്ടാണ് അല്ലെ. ഇൻഫ്രാറെഡ്. റഡാർ കമ്മ്യൂണിക്കേഷൻ ഈസ് നടത്തുന്നത് ഏത് വേവ്സിലൂടെയാണ്? റേഡിയോ വേവ്സിലൂടെയാണ് അല്ലെ. സോണാർ അൾട്രാസൗണ്ട് അല്ലെ. മൊബൈൽ ഫോൺസ് മൈക്രോവേവ്സ് അല്ലെ. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ ത്രൂ മൈക്രോവേവ്. ഇതിന് വല്ല സംശയം ഉണ്ടോ? ഒപ്റ്റിക്കൽ ഫൈബർ, ഇൻഫ്രാറെഡ്, റഡാർ, റേഡിയോ വേവ്സ്, സോണാർ അൾട്രാസൗണ്ട്, മൊബൈൽ ഫോൺ മൈക്രോവേവ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ,
14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An unstable heavy nucleus at the rest breaks into two nuclei which move away with velocities in the ratio 8:27. അല്ലേ? The ratio of the radii of the nuclei is. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ആൻസർ പറയാം. ഇതിൻ്റെ ആൻസർ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ ഓഫ് ദ ന്യൂക്ലിയൈ? ഓക്കെ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ, ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തേ. എന്നിട്ടൊന്ന് കമന്റ് ചെയ്തേ. അനുഷ്യ, മുഹമ്മദ്, സൈനൈഡ് സുലു, ജാസ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. An unstable heavy nucleus at rest breaks into two nuclei which move away with B ആണ് ഉത്തരം പറയുന്നത് അല്ലേ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. നമ്മൾ റേഷ്യോ ഒക്കെ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2:3 ആണോ 3:2 ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അനുഷ്യ ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. ഓക്കെ, ചെയ്യാം. എന്ത് വരും നോക്കിയേ. നമുക്ക് വെലോസിറ്റീൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് v1/v2 = 8 divided by 27 അല്ലേ? 8 divided by 27. ഇവിടെ ഹെവി ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്തിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയൈ ഉണ്ടാവുന്നു, അത് 2 സൈഡിലേക്കും മൂവ് ചെയ്യുന്നു അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. നോക്കിയേ, അപ്പോൾ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലിക്കബിൾ ആണ്. റെസ്റ്റിലിരിക്കുന്ന ന്യൂക്ലിയൈ ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ മൊമെൻറ്റം ബിഫോർ ടോട്ടൽ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം m1v1 ഈസ് ഈക്വൽ ടു m2v2. അങ്ങനെയാണെങ്കിൽ m1/m2 ഈസ് ഈക്വൽ ടു v2 ഡിവൈഡഡ് ബൈ v1 എന്ന് എഴുതാൻ പറ്റും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി 4/3πr1³ ഇൻറ്റു ഡെൻസിറ്റി റോ ഡിവൈഡഡ് ബൈ 4/3πr2³ ഇൻറ്റു ഡെൻസിറ്റി റോ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു v2 ഡിവൈഡഡ് ബൈ v1. ഡെൻസിറ്റി മാറില്ല, ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. റോ ക്യാൻസൽ ചെയ്തു, 4/3π ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ r1³ ഡിവൈഡഡ് ബൈ r2³ ഈസ് ഈക്വൽ ടു v2 ഡിവൈഡഡ് ബൈ v1. v1/v2 8/27. therefore v2/v1 is equal to 27 divided by 8. So r1³ divided by r2³ is equal to 27 divided by 8. So r1/r2 is equal to cube root of 27, that is 3, cube root of 8 is 2. Answer is 3/2 അല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ വരുന്നത്. സോ ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ആൻസർ കൊണ്ടുവരിക. സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ സി ആണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറിയ തെറ്റ് പോലും വരുത്തരുത്. നമ്മൾ പ്രിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്യുറേറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിക്കണം. അതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓപ്ഷനുകളിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയോ ആണ്, അത് ടാസ്കും ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്തുന്നുണ്ടോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു കഴിവിലേക്ക് നിങ്ങൾ വരിക. അതിനാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. For a nucleus X set A having mass number A and atomic number set A, the surface energy per nucleon is equal to BS equal to A1 A raised to 2/3. അതിലൊരു തെറ്റുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർഫസ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r²/a ആണ്. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. കുറച്ച് സർഫസ് എനർജി എന്താണ്, അതേപോലെ വോളിയം എനർജി എന്താണ്, അതുപോലെ കൂളും കോൺട്രിബ്യൂഷൻ ടു ഫോഴ്സ് എങ്ങനെ നമുക്ക് മാസ് നമ്പറിനെയും റേഡിയസിനെയും അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കണം. സോ BS is proportional to r²/a ആണ്. പ്രൊപ്പോർഷണൽ ടു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r0 a raised to 1/3 ആണ്. ന്യൂക്ലിയസ് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും അല്ലേ? അവർ r0 is a constant 1.2 ഫെർമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലേ? a എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. സോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a raised to 1/3² ഡിവൈഡഡ് ബൈ a വരും. പ്രൊപ്പോർഷണൽ ടു a raised to 2/3 a എന്ന് പറയുമ്പോൾ -1 വരും. a raised to -1/3 വരും. അത് അടിക്ക് കൊണ്ടുപോയാൽ ബൈ a raised to 1/3 വരും. ഇത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ A1 A raised to -1/3 ആയിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന A1 A raised to 2/3 ആണ്, അതുകൊണ്ട് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം.
ഞാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ കാര്യം ജസ്റ്റ് ഒന്ന് എഴുതാം. സർഫസ് എനർജി പെർ ന്യൂക്ലിയോൺ, ഇത് ഇവിടെ എഴുതി വെക്കാട്ടോ. സർഫസ് എനർജി പെർ ന്യൂക്ലിയോൺ, ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ അതിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുന്നത് വളരെ നല്ലതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ. അപ്പോൾ അതിൽ ഒരു കാര്യമാണ് സർഫസ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാനതിന് ബി എസ് എന്ന് കൊടുത്തു കേട്ടോ. BS is proportional to R square by A. ഇങ്ങനൊരു ഇക്വേഷനാണ് ഇതിവിടെ വരുന്നത്. പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെയാണ് വരുന്നത്. where R is a radius and A is the mass number. അങ്ങനെയാണെങ്കിൽ R0 A raised to 1/3 whole square divided by A, where R is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, R is equal to R0 A raised to 1/3. നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R0 is a constant, വെട്ടിക്കളഞ്ഞു. proportional to A raised to 2/3 divided by A. ആ A raised to 1 അത് മുകളിലേക്ക് പോയി. proportional to A raised to 2/3 minus 1 അത് A raised to minus 1/3. അതിൽ നമുക്ക് എന്ത് എഴുതാം? 1 A raised to 1/3 proportional to A1 A raised to 1/3 or A1 A raised to minus 1/3. അപ്പോൾ ഇങ്ങനെയാണ് റിലേഷൻ വരേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് A1 A raised to 2/3 ആണ്. അത് തെറ്റാണ്. ആൻഡ് അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കൂളും കോൺട്രിബ്യൂഷൻ ടു ബൈൻഡിങ് എനർജി ഇക്വേഷൻ വരുന്നത് A2 Z into Z minus 1 by A raised to 4/3 അല്ല, A raised to 1/3 ആണ്. കോൺട്രിബ്യൂഷൻ ടു ബൈൻഡിങ് എനർജി ബൈ കൂളുംബ് ഫോഴ്സ് അല്ലേ. ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ ബൈ കൂളുംബ് ഫോഴ്സ് എത്രയാണ് എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ അതിൽ 4/3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആൻസർ A raised to 1/3 ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കാം. ആൻഡ് ഇവിടെ വോളിയം എനർജി കോൺട്രിബ്യൂഷൻ അത് BY is equal to എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? A3A അല്ലേ, A3A എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. വോളിയം എനർജി കോൺട്രിബ്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ആണ് കേട്ടോ. അത് A3A എന്ന് കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതും തെറ്റ്, ഇതും തെറ്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് D ഓപ്ഷൻ ഡിക്രീസ് ഇൻ ബൈൻഡിങ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിക്രീസ് ഇൻ ബൈൻഡിങ് എനർജി എന്തിന് പ്രൊപ്പോർഷണലാണ്? സർഫസ് ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ഈ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വൈൽ എസ്റ്റിമേറ്റിംഗ് ദ സർഫസ് എനർജി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഈച്ച് ന്യൂക്ലിയോൺ ഇന്ററാക്ട്സ് വിത്ത് 12 ന്യൂക്ലിയോൺസ്. അത് തെറ്റാണ്. ഇതൊക്കെ തിയറി ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഈച്ച് ന്യൂക്ലിയോൺ ഈസ് ഇന്ററാക്ടിങ് വിത്ത് 3 ന്യൂക്ലിയോൺസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 3 ന്യൂക്ലിയോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ സർഫസ് എനർജി എസ്റ്റിമേഷനിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സിയും ഡിയും മാത്രമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്ത് വരിക? കറക്റ്റ് ആൻസർ വരിക. മുഹമ്മദ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എത്രാമത്തെ ക്വസ്റ്റ്യൻ? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് LED എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് കമന്റ് ചെയ്തേ. LEDന്റെ കേസിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. മുഹമ്മദ്, ജാസ്, റിയ, സൈനൈഡ് സുലു ഒന്നും കമന്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസർ സൈനൈഡ് സുലു ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. സൈനൈഡ് സുലു കമന്റ് ചെയ്യുന്നില്ല. അനുഷ ഓക്കെ ഒന്ന് കമന്റ് ചെയ്തേ. ഇതിൻ്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. അത് കറക്റ്റ് ആണ്. ഇറ്റ് എമിറ്റ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. കറക്റ്റ് ആണ്. എനർജി ഓഫ് ലൈറ്റ് എമിറ്റഡ് ഈസ് ഈക്വൽ ടു ഓർ സ്ലൈറ്റ്ലി ലെസ് ദാൻ ദി എനർജി ഗ്യാപ്പ് ഓഫ് ദി സെമി കണ്ടക്ടർ യൂസ്ഡ്. കറക്റ്റ് ആണ്. ഇറ്റ് എമിറ്റ്സ് ലൈറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ബയസ്ഡ്. തെറ്റാണ്. റിവേഴ്സ്ഡ് ബയസ്ഡ് അല്ല. അത് എപ്പോൾ മാത്രമേ ലൈറ്റ് എമിറ്റ് ചെയ്യുള്ളൂ? ഫോർവേഡ് ബയസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ പ്രത്യേകതകൾ. നിങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ജംഗ്ഷൻ ഡയോഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ്സിൻ്റെ സെനർ ഡയോഡിൻ്റെ ഒപ്പം നിങ്ങൾ പഠിക്കുന്ന സോളാർ സെല്ല്, അതേപോലെ നമ്മുടെ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡയോഡ്സുകൾ നിങ്ങൾ അവിടെ കാണും അല്ലേ. ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കുക. നമ്മുടെ സെനർ ഡയോഡിൻ്റെ ഒക്കെ ഒപ്പം പഠിച്ചു വയ്ക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ്. ബേസിക് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, a Zener diode is connected to a battery and a load as shown in the figure. The current I, IZ, IL are respectively എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയാൽ സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ പാറ്റേണിലാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഐ കണ്ടുപിടിക്കണം, IZ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ IL നമ്മൾക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. മൂന്നും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നമുക്ക് R തന്നിട്ടുണ്ട്. നോക്കി, R 4 കിലോ ഓം എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഈ R, ഇത് R ആണ്, റെസിസ്റ്റൻസ് R ആണ്. 4 കിലോ ഓം തന്നിട്ടുണ്ട്. 4 കിലോ ഓം എന്ന് പറഞ്ഞാൽ 4 × 10⁻³ ഓം ആണ്, 4 കിലോ ഓം അത് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്, V തന്നിട്ടുണ്ട്. V = 60 വോൾട്ട്. നോക്കിയേ, 60 വോൾട്ട്. ആൻഡ് സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നോക്കിയേ, VZ, VZ വിളിച്ചു, അത് 10 വോൾട്ട് ആണ്. നോക്കിയേ ഈ സാധനം. ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 കിലോ ഓം. നോക്കിയേ, 2 × 10⁻³ ഓം. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോഡ് കറണ്ട്, ആക്ച്വൽ കറണ്ട്, സെനർ കറണ്ട്, 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ലോഡ് കറണ്ട് നോക്കാം കേട്ടോ. ലോഡ് കറണ്ട് എങ്ങനെയാണ് ലോഡ് കറണ്ട് കണ്ടുപിടിക്കുക? ലോഡ് കറണ്ട് ഞാൻ IL എന്ന് വിളിച്ചു. IL = നോക്കിയേ, ഇവിടെയാണ് ആൾ വരുന്നത് അല്ലേ, അതിൻ്റെ ഇടയിൽ ഒരു സെനർ ഡയോഡ് വെച്ചിട്ടുണ്ട്. സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലോഡ് റെസിസ്റ്റൻസ്. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ലോഡ് കറണ്ട് കിട്ടുള്ളൂ. അതാണ് ഇവിടെ എന്ത് വരിക, ലോഡ് കറണ്ട് വരിക. അപ്പോൾ VZ എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡഡ് ബൈ 2 × 10⁻³ എന്ന് വരും. അപ്പോൾ 5 × 10⁻³ എന്ന് വരും. അപ്പോൾ 5 മില്ലി ആംപിയർ ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ലോഡ് കറണ്ട് വരിക. ലോഡ് കറണ്ട് 5 മില്ലി ആംപിയർ ആയിരിക്കും. 5 ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പിക്കാം. പക്ഷേ നമുക്ക് ഇനി എന്തൊക്കെ കാണാണ്ട്, നമുക്ക് R ഈ കറണ്ട് കാണാണ്ട്, മെയിൻ കറണ്ട് കാണാണ്ട്. മെയിൻ കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മെയിൻ കറണ്ട് I = നോക്കിയേ, നമ്മുടെ സെനർ മൊത്തം വോൾട്ടേജ് 60 വോൾട്ട് മൈനസ് സെനർ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ്. മെയിൻ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ലോഡ് കറണ്ട് കിട്ടും. ലോഡ് കറണ്ട് അല്ല, നമ്മുടെ ആക്ച്വൽ കറണ്ട് ഫ്ലോയിങ് കിട്ടും. നോക്കിയേ, അപ്പോൾ V എത്രയാ? V ഇവിടെ 60 ആണ്. VZ എത്രയാ? 10 ആണ്. ഡിവൈഡഡ് ബൈ R എത്രയാ? 4 കിലോ ഓം ആണ്, 10⁻³ ആണ്. അപ്പോൾ 50/4 × 10⁻³ ആണ് അല്ലേ. അപ്പോൾ 50/4 25/2 12.5 മില്ലി ആംപിയർ ആണ് കേട്ടോ. നോക്കിയേ, 12.5 മില്ലി ആംപിയർ ആയിരിക്കും നമ്മുടെ എന്ത് വരിക, നമ്മുടെ I വരിക. ഇനി നമുക്ക് വേണ്ടത് IZ ആണ്. IZ നമുക്കറിയാം. നോക്കിയേ, I ഇവിടുന്ന് IZ ഉം IL ആയിട്ട് പോകുന്നു അല്ലേ. IZ ഉം IL ആയിട്ട് പോകുന്നു. അപ്പോൾ എന്ത് വരും? IZ. അപ്പോൾ I = IZ + IL. നോക്കിയേ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? IZ = I - IL വരും. കറക്റ്റ് ആണോ? I എത്രയാ? 12.5 മില്ലി ആംപിയർ. മറ്റേത് എത്രയാ? 5 മില്ലി ആംപിയർ. 12 - 5 7.5 മില്ലി ആംപിയർ ആയിരിക്കും നമുക്ക് എന്ത് വരിക, ആൻസർ വരിക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സെനർ ഡയോഡിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെനർ ഡയോഡ് വരുന്ന ഭാഗത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ സെനർ വോൾട്ടേജ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ മെയിൻ വോൾട്ടേജ് മൈനസ് സെനർ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് മൊത്തം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആൻസർ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് NCERT-യിൽ നമുക്ക് ഇതിൻ്റെ ഫിഗർ കാണാം. ഇത് ഒരു സിമ്പിൾ ഡയോഡാണ് അല്ലേ. ഇതൊരു സിമ്പിൾ ഡയോഡ്. ആൻഡ് ഇത് ഒന്നും നോക്കാല്ല, ഇതൊരു സോളാർ അല്ലേ, സോളാർ സെല്ലിൻ്റെ ഒരു ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ സോളാർ സെല്ലിൽ സോളാർ കട്ട് ഓഫ് വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഒക്കെ കാണിക്കുന്ന. നോക്കിയേ, കട്ട് ഓഫ് വോൾട്ടേജ് ഒക്കെ നിങ്ങൾ NCERT-യിൽ പോയി നോക്കുക. കട്ട് ഓഫ് വോൾട്ടേജും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഒക്കെ കാണിക്കുന്ന ഒരു സോളാർ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സെനർ ഡയോഡിൻ്റെ ചിത്രമാണ്. സെനർ ഡയോഡിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാണിക്കുന്ന ഒരു ചിത്രമാണ്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആൻഡ് ഇത് റെസിസ്റ്റൻസും ഇൻറ്റൻസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാ? സിമ്പിൾ ഡയോഡ്, സെനർ ഡയോഡ് ആൻഡ് സോളാർ സെല്ല്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇത് വർക്കൗട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യാം. നമ്മുടെ സെമി കണ്ടക്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെമി കണ്ടക്ടറിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ,
ട്രൂത്ത് ടേബിൾ ഓഫ് ദി സർക്യൂട്ട് ഗിവൺ ബിലോ ഈ സിമ്പിൾ സർക്യൂട്ട് ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആൻഡ് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്തേ, ഫിഗർ ഒന്ന് വരച്ചേ. ഈ ലൈവ് കാണുന്ന എല്ലാവരും ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് വർക്കൗട്ട് ചെയ്തേ. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ, വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ത് വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാനിത് അപ്പോഴേക്കും ഇവിടേക്കൊന്ന് എടുത്ത് വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി. എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്തേ. എല്ലാവരും ഈ ലൈവ് കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും എന്നുള്ളത് വർക്കൗട്ട് ചെയ്യാം, പറയാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കിയേ. ഞാൻ ആൻഡ് ഗേറ്റ് വരച്ചു, നോട്ട് ഗേറ്റ് വരച്ചു. പക്ഷേ ഇതിൽ പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം നോക്കിയേ, ഇവിടുന്ന് ഒരു നോട്ട് എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്ത് ഇവിടേക്ക് എടുത്തിട്ട് എന്തൊക്കെ പണികളാണ്. ഇവിടുന്ന് ഒരു വയറെടുത്ത് ഞാൻ ഇങ്ങോട്ട് ജമ്പ് ചെയ്യിച്ച് ഞാനിതേ ഇവിടേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത്. ഇപ്പം റെഡിയായോ? ഇപ്പം എല്ലാത്തിനും ഇൻപുട്ടായോ? ഓക്കെ, എല്ലാവരും ഒന്ന് ചേർത്ത് വർക്കൗട്ട് ചെയ്തേ. യെസ് യെസ് യെസ്. അപ്പോൾ ഞാനിവിടെ എക്സ് കൊടുത്തു, ഞാനിവിടെ വൈ കൊടുത്തു, ഞാനിതിന് എ എന്ന് കൊടുത്തു, ഇതിനെ ബി എന്ന് കൊടുത്തു, ആൻഡ് ലാസ്റ്റ് റിസൾട്ടിനെ സെഡ് എന്ന് കൊടുത്തു. ഞാൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണേ. യെസ്, എന്ത് വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്തേ. ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മുവാദ്, അനുഷ്യ, സുലു ആൻഡ് റിയ, ജാസ്. ലൈവ് കാണുന്ന എല്ലാവരും ഇത് സ്വയം ഒന്ന് വർക്കൗട്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്, ട്രൂത്ത് ടേബിൾ പെട്ടെന്ന് വരച്ചേ. ഓക്കെ, ഞാൻ വരയ്ക്കാം. അപ്പോൾ എക്സ് ഞാൻ ഇൻപുട്ട് കൊടുത്തു കേട്ടോ. എക്സ് കൊടുത്തു, ഞാനിവിടെ വൈ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നോക്കി, ഇത് നോട്ടല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഉണ്ട്. സോ എക്സ് ബാർ ആണ് നോട്ടെന്ന് വരിക. ഓക്കെ, അപ്പോൾ എക്സ് ബാർ കൊടുത്തു, പിന്നെ എ കൊടുത്തു, പിന്നെ എ അല്ലേ, പിന്നെ എ കൊടുത്തു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ അല്ലേ, അല്ലേ. എ ഉണ്ട്, പിന്നെ ആരാ, പിന്നെ ഞാൻ ഇവിടെ ബി ഉണ്ട്, ഫൈനലി ആരുണ്ട്, സെഡ് ഉണ്ട്. ഓക്കെ, ഫൈനലി സെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ ഞാൻ ഒന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരയ്ക്കട്ടെ. നോക്കിയേ, ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യട്ടെ. യെസ്, ഓ അത് അങ്ങനെ കട്ട് ചെയ്യണ്ട, ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യട്ടെ. യെസ് 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 യെസ്. ഇത്രയും ആൾക്കാരെ ഞാൻ ഒന്നും ഇങ്ങോട്ട് എടുത്ത് വരച്ചു കേട്ടോ. യെസ്, എങ്കിൽ ഞാൻ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് ആകെ 4 വാല്യൂസേ ഉള്ളൂ. ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത്? ഒന്ന് 0 അല്ലേ, 0 0 0 1 1 0 1 1, 4 വാല്യൂസാണ്. ഓക്കെ, നോക്കി ഇവിടെ നോക്കി, എക്സ് ബാർ നോക്കി. ഇതിൻ്റെ റിസൾട്ട് നോക്കിയേട്ടോ. ഇവിടെ എക്സിൻ്റെ നോട്ടിലൂടെ, ഇത് നോട്ട് ഗേറ്റ് ആണ്, നോട്ട് ഗേറ്റ്. ആ കടന്നു പോകുമ്പോൾ എക്സ് ബാറ് വരിക, നേരെ തലതിരിക്കും. നോക്കിയേ, എക്സിൻ്റെ വാല്യൂ 0 എന്നുള്ളത് 1 ആവും, 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും, 1 എന്നുള്ളത് 0 ആവും അല്ലേ. അപ്പോൾ 1 1 0 0 എക്സ് ബാറ് ഇതാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു, പക്ഷേ വൈ എന്നൊരു വയർ എടുത്തിട്ടാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ വൈയും ഇവിടെ എക്സും ആണ്. സോ എ ഈസ് ഈക്വൽ ടു എക്സ്. ഇത് ഏത് ഗേറ്റ് ആണ്? ഇത് ആൻഡ് ഗേറ്റ് ആണ്. ഇത് ഏത് ഗേറ്റ് ആണ്? ഇത് ആൻഡ് ആണ്. അപ്പോൾ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ് കേട്ടോ. എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു വൈ എന്താ? 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. നോക്കിയേ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബി ആരാ? ബി എന്ന് പറയുന്നത് എക്സ് ബാറും വൈയും ആണ്. അത് രണ്ടിനെയും നമ്മൾ ആൻഡ് ചെയ്യാണ് കേട്ടോ. ആൻഡ് ചെയ്യാണ്. ആരൊക്കെ ആൻഡ് ചെയ്യുന്നത്? എക്സ് ബാറിനെയും വൈനെയും. നോക്കിയേ, എക്സ് ബാർ ഇൻറ്റു വൈ, എക്സ് ബാർ ഇൻറ്റു വൈ അല്ലേ, എക്സ് ബാർ ഇൻറ്റു വൈ, അതാണ് ബി. എക്സ് ബാർ 1 ഇൻറ്റു 0 0. നോക്കിയേ, 1 ഇൻറ്റു 0 0, 1 വീണ്ടും അല്ലേ, എക്സ് ബാർ ഇൻറ്റു വൈ അല്ലേ, എക്സ് ബാർ ഇൻറ്റു വൈ ആണ് കേട്ടോ. 1 ഇൻറ്റു 0 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, 0 ഇൻറ്റു 0 0, 1 ഇൻറ്റു 0 0. ഇങ്ങനെ കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടി. റെഡി? ആൻഡ് സെഡ് എന്താ? സെഡ് എ ഇൻറ്റു ബി ഹോൾ ബാർ അല്ലേ. നോട്ടാണേ, നോട്ട് അല്ലേ.
അപ്പോൾ ഇത് നോട്ടാണ്. നോക്കിയേ, ആൻഡിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ അതാരാണ്? നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ എ ഇൻറ്റു ബി ചെയ്യുക, എന്നിട്ട് അതിനെ തലതിരിക്കുക. അപ്പോൾ എ ഇൻറ്റു ബി എന്താ? 0 ഇൻറ്റു 0 0, അപ്പോൾ അത് 1 ആണ്. 0 ഇൻറ്റു 1 0, അപ്പോൾ അത് 1 ആണ്. 0 ഇൻറ്റു 0 0, അപ്പോൾ അത് 1 ആണ്. 1 ഇൻറ്റു 0 0, അപ്പോൾ അത് 1 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? സെഡിൻ്റെ വാല്യൂ എന്താണ്? 1 1 1 1 കിട്ടിയ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി. അപ്പോൾ നമ്മൾ ഇവിടെ 19 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. 19 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് ഓപ്ഷൻ ഇവിടെ ഇല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഓപ്ഷൻ കണ്ടെത്തണം. അങ്ങനെയുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട്? ഈ ലൈവിൽ ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എൻ്റെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ലൈവിൻ്റെ ലിങ്ക് JEE ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക. കീം ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന, അല്ലെങ്കിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് നീറ്റ് എൻട്രൻസോ എന്ത് എൻട്രൻസോ വേണമെങ്കിൽ എഴുതുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഇതിലെ കോൺസെപ്റ്റ്സ് തന്നെയാണ് എല്ലാവിടെയും വരിക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ വെറുതെ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? നിങ്ങൾ ഫിസിക്സിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയാണ് അല്ലേ? ഓക്കെ, ഫിസിക്സിൻ്റെ മാത്രമല്ല കെമിസ്ട്രീൻ്റെ മാത്സിൻ്റെ ഒക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? കാണാൻ പോവുകയാണ്. ഓക്കെ, അതിനാണെങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 20th ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചിലപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഒന്ന് കണ്ടേ. എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം സെൻറ്റർ O ഓഫ് ദി പാർക്ക് ആൻഡ് കംസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ ഫോളോയിങ് പാത്ത് OPQ0. O ഇന്ന് Pയിലേക്ക് പോയി, P ഇന്ന് Qയിലേക്ക് പോയി, Q ഇന്ന് Oയിലേക്ക് തന്നെ തിരിച്ചു വന്നു. 0 അല്ല, O ആണ്. As shown the figure. The radius of the path taken by the person is 200 meter and he takes 3 minutes 58 seconds to complete his path. ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 60 180 സെക്കൻഡ് പ്ലസ് 58 സെക്കൻഡ്. 8 8 2 10 3 238 സെക്കൻഡ് അല്ലേ? 238 സെക്കൻഡ് എടുത്തു ടു കംപ്ലീറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി പേഴ്സൺ. അതാണ് ചോദ്യം. അപ്പോൾ ആള് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ 200 ഇവിടേക്ക്, ഇവിടുന്ന് ഇവിടേക്ക്, അത് റേഡിയസ്. പിന്നെ ഇത്രയും ദൂരം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാണ് അല്ലേ? 2πrൻ്റെ പകുതി അല്ല, 2πrൻ്റെ 1/4 ആണ്. അപ്പോൾ 2πr/4 ആണ് അല്ലേ? അതായത് 2π × 200/4 ആണ്. അതായത് 100π വരും അല്ലേ? സംശയമുണ്ടോ? 100π വരും. 100π ആണ് ഇവിടുത്തെ ദൂരം. പിന്നെ വീണ്ടും ഒരു 200 അല്ലേ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മാൻ എന്തായിരിക്കും? 200 + 100π + 200. അതിൽ 100π കിട്ടിയത് എങ്ങനെയെന്നുള്ള ഐഡിയ മനസ്സിലായോ? എങ്ങനെ കിട്ടുക? നമുക്ക് നോക്കിയേ. ഇത് ടോട്ടൽ പെരിമീറ്ററിൻ്റെ കാൽഭാഗമാണ്. അപ്പോൾ 2πr/4 ആണ്. അപ്പോൾ 2π × 6 200 നിന്നുണ്ട്, 200/4 ആണ്. 100π ആയിരിക്കും നമുക്ക് എന്ത് വരിക? ആൻസർ വരിക. സോ 100π ഈസ് അവർ ആൻസർ. റെഡി? ഇവിടെ അപ്പോൾ ടോട്ടൽ എന്ത് വരും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, നോക്കിയേ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം വരും. നോക്കിയേ, ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാ? 200 + 100π + 200 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാ? 238. അപ്പോൾ നമുക്ക് എന്ത് വരും? 400 + 100π എന്ന് വരും അല്ലേ? പൈൻ്റെ വാല്യൂ 3.14. അപ്പോൾ 3.14 × 400/238 അല്ലേ? സോ 400 + 314/238. അപ്പോൾ 714/238. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ എന്ത് വരും? 3 m/s വരും. നോക്കിയേ, 3 m/s ആണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക. റെഡി? 3 m/s ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരിക. അപ്പോൾ എല്ലാവരും ആരും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഓക്കെ, 3 m/s നമുക്ക് ആൻസർ കിട്ടും. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. A particle is moving along the x-axis with its coordinate with the time t given by xt is equal to 10 + 8t - 3t².
Another particle moving along the y-axis with its coordinate as a function of time given by yt is equal to 5 minus 8t cube. At t is equal to 1 second, the speed of the second particle as measured in the frame of the first particle is root v, then v is v എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. v കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കി എക്സ് തന്നിട്ടുണ്ട് കേട്ടോ, എക്സ് എ നമുക്ക് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അത് 10 പ്ലസ് 8t മൈനസ് 3t സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ തന്നെ വൈ തന്നിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, അതിന് ഞാൻ വൈ ബി എന്ന് കൊടുത്തേ. അതിൻ്റെ വാല്യൂ 5 മൈനസ് 8t ക്യൂബാണ് അല്ലേ. അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ്, ദ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ആസ് മെഷേർഡ് ഇൻ ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ റൂട്ട് വി. അപ്പോൾ വി സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഇതാണെങ്കിൽ സ്വാഭാവികമായിട്ടും വി എ എന്ത് വരും നോക്കിയേ, ഡെറിവേറ്റീവ് ആണ്, കാരണം ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ, ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ എന്ത് വരും, 8 മൈനസ് 6t എന്ന് വരും അല്ലേ, 8 മൈനസ് 6t എന്ന് വരും. സിമ്പിൾ അല്ലേ, 8 മൈനസ് 60 എന്ന് വരും. അപ്പോൾ ഇത് ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് എക്സ് ആക്സിസ് അല്ലേ, സോ ഐ ക്യാപ്പ് ആയിരിക്കും അല്ലേ, ഐ ക്യാപ്പ്. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, വി എ ഈസ് ഈക്വൽ ടു 8 മൈനസ് 6 ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 എന്ന് വരും അല്ലേ, 2 ഐ ക്യാപ്പ് എന്ന് വരും, 2 ഐ ക്യാപ്പ്. 8 മൈനസ് 6 ഇൻറ്റു 1 2 ഐ ക്യാപ്പ്, അല്ലെങ്കിൽ 2 എന്ന് വരും, 2. സോ വി എ നമുക്ക് 2 കിട്ടി. ഇനി അതേപോലെ നമുക്ക് വി ബി കണ്ടുപിടിക്കണം. വി ബി എങ്ങനെ കണ്ടുപിടിക്കാം, വി ബി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി, ഡെറിവേറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് വരും, മൈനസ് 24t സ്ക്വയർ വരും, മൈനസ് 24t സ്ക്വയർ. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, വാട്ട് ഈസ് വി ബി, വി ബി എന്ത് വരും, വി ബി ഈസ് ഈക്വൽ ടു എന്ത് വരുടാ, minus 24 into t square. T square is 1 square. So answer is minus 24 into it is j cap അല്ലേ, j cap വരും. സംശയമുണ്ടോ? സോ ഇതിൻ്റെ വാല്യൂ 2 ഐ ക്യാപ്പ്, ഇതിൻ്റെ വാല്യൂ മൈനസ് 24 ജെ ക്യാപ്പ്. സോ വാട്ട് ഈസ് എ റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ആസ് മെഷേർഡ് ഇൻ ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ. സോ വി ബി വിത്ത് റെസ്പെക്ട് ടു എ, വി ബി എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും, വി ബി മൈനസ് വി എ ആയിരിക്കും എന്ത് വരിക. വി ബി എത്രയാ, വി ബി എന്ന് പറയുന്നത് മൈനസ് 24 ജെ ക്യാപ്പ് ആണ് അല്ലേ. j cap minus va is 2i cap. So this is our equation, vector ഫോമിലുള്ള ഇക്വേഷൻ. നമുക്ക് പക്ഷേ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? therefore മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോഎഫിഷ്യൻസ് സ്ക്വയർ ചെയ്യുക, 24 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സോ ഇറ്റ് ഈസ് 490 അല്ലേ, 24 സ്ക്വയർ എത്രയാ, 576 അല്ലേ, 4 4 16 ബാക്കി 1, 4 2 8 9, 4 2 8 4 അല്ലേ. അപ്പോൾ 6 ഓക്കെ 576 ഓക്കെ 576 ആയിരിക്കും വരിക. 576 പ്ലസ് 4 വരും, അത് 580 വരും. സോ അത് റൂട്ട് വി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഈസ് ഈക്വൽ ടു എന്ത് വരും, 580 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്, 580 മീറ്റർ പെർ സെക്കൻഡ്. റെഡി? എങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കാം. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ആൻസർ വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ, നമ്മുടെ ആൻസർ 580 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 580 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ എന്ത് വരിക, ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ആവാം. An object is projected in air with initial velocity u at an angle theta. The projectile motion is such that the horizontal range r is maximum. Another object is projected in the air with a horizontal range half the range of first object. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് മാക്സിമം ആണ്, അതിൻ്റെ പകുതി റേഞ്ചായിട്ടാണ് സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ത് ചെയ്തത്, പ്രൊജക്റ്റ് ചെയ്തത്. ദ ഇനീഷ്യൽ വെലോസിറ്റി റിമെയിൻസ് സെയിം ഇൻ ദ ബോത്ത് കേസ്. ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. ദ വാല്യൂ ഓഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറ്റ് വിച്ച് സെക്കൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ്. നോക്കിക്കേ, ദ പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് സച്ച് എ വേ ദാറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് മാക്സിമം and
അനദർ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ദ എയർ വിത്ത് എ ഹൊറിസോണ്ടൽ റേഞ്ച് ഹാഫ് ദ റേഞ്ച് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, മറ്റേൻ്റെ പകുതി റേഞ്ചേ ഉള്ളൂ ഏത് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ എന്താടാ? ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആണ്. അത് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് മറ്റേ ഇക്വേഷൻ അറിയാമല്ലോ. മാക്സിമം റേഞ്ച് അല്ലാതെ നമ്മുടെ ശരിക്കുള്ള നമ്മുടെ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ്. അതിൽ തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം റേഞ്ച്. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 × 45 ഡിവൈഡഡ് ബൈ ജി വരും അല്ലേ? 2 × 45 90, സൈൻ 90 1. സോ യു സ്ക്വയർ ബൈ ജി വരും, അതിൽ സംശയമൊന്നുമില്ല അല്ലേ? അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. അപ്പോൾ ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ദിസ് ഈസ് അവർ മാക്സിമം റേഞ്ച്. ഇതാണ് നമ്മുടെ മാക്സിമം റേഞ്ച് വരിക അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ, അതിൽ തർക്കമില്ല. ഇനി സെക്കൻഡ് ഒബ്ജക്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി റേഞ്ചേ ഉള്ളൂ അല്ലേ? ഇതിൻ്റെ പകുതി റേഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ റേഞ്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പകുതി അല്ലേ? ഫസ്റ്റിൻ്റെ പകുതി യു സ്ക്വയർ ബൈ ജി ബൈ 2 എന്ന് വരും അല്ലേ? യു സ്ക്വയർ ബൈ ജി ബൈ 2, ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ 2g ആയിരിക്കും അതിൻ്റെ റേഞ്ച്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്ന് വരും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അവിടെ റേഞ്ച് എന്താണ്? യു സ്ക്വയർ ബൈ 2g. പക്ഷേ ആർ ഇവിടെ എത്രയാണ്? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ്. അതാണ് ഇവിടെ യു സ്ക്വയർ ബൈ 2g തന്നിരിക്കുന്നത് അല്ലേ? യു സ്ക്വയർ ക്യാൻസൽ ചെയ്തു, ജി ക്യാൻസൽ ചെയ്തു. സൈൻ 2θ ഈസ് ഈക്വൽ ടു 1/2 വന്നു. 2θ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി വരും. തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി വരും അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി ആയിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. അല്ലെങ്കിൽ തീറ്റ 15 ഓപ്ഷനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏത് ആംഗിൾ എടുക്കാം? 90 - 15 എടുക്കാം. 90 - 15 ഇറ്റ് ഈസ് എന്ത് വരും? 75 അല്ലേ? 75 ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. നോക്കിയേ, ഇവിടെ വളരെ സിമ്പിളാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഹാഫ് ദ റേഞ്ച് ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ്. ഫസ്റ്റിൻ്റെ പകുതിയേ ഉള്ളൂ, അതാണ് റേഞ്ച്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 90 - 15 75 ഡിഗ്രി എന്നുള്ളതും നമുക്ക് വരാം, 15 ഡിഗ്രി എന്നുള്ളതും നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കി 23ാമത്തെ ക്വസ്റ്റ്യൻ. See water at a frequency f is equal to 9 × 10⁻²² Hertz has a permittivity epsilon is equal to 80 epsilon0. Resistivity rho is equal to 0.25 ohm meter. Imagine a parallel plate capacitor is immersed in seawater and is driven by an alternating voltage source Vt is equal to V0 sin 2πft. Then the conduction current density becomes 10⁻x times the displacement current density after time t equal to 1/800 second. The value of x is the conduction current density. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു കാര്യം, the conduction current density becomes 10⁻x times displacement current density. നോക്കിയേ, conduction current density എത്രയാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10⁻x times displacement current density. അപ്പോൾ നമ്മൾ conduction current density കാണണം, displacement current density കാണണം, അതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ കണ്ടക്ഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. നോക്കിയേ, കണ്ടക്ഷൻ കറണ്ട് ശ്രദ്ധിച്ചോട്ടോ. കണ്ടക്ഷൻ കറണ്ട് IC ഇസ് ഈക്വൽ ടു V/R ആണ്. നോക്കിയേ, വി നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു V0 sin ωt. നോക്കിയേ, ഇതൊക്കെ നമ്മൾ AC യിൽ പഠിച്ചതാണ്. ഡിവൈഡഡ് ബൈ R. ഒമേഗ നമുക്കറിയാം, അത് 2πf ആണ്. അപ്പോൾ എന്ത് വരും? V0 sin 2πft ഡിവൈഡഡ് ബൈ R. നമുക്കറിയാം R ഈസ് ഈക്വൽ ടു റോ L ബൈ ഡി എന്ന് കൊടുക്കാം. റോ L ബൈ എ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് റോ L ബൈ എ ആണ് കേട്ടോ, റോ L ബൈ എ. അതിൽ എല്ലിന് പകരം നമുക്ക് ഡി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നോക്കിയേ, R ഈസ് ഈക്വൽ ടു റോ ഡി ബൈ എ എന്ന് എഴുതാം അല്ലേ? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഡി ബൈ എ. ഡി ഇസ് എ ലെങ്ത്, എ ഇസ് ഏരിയ, റോ ഇസ് എ റെസിസ്റ്റിവിറ്റി. അത് കയറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ റോ ഡി ബൈ എ എന്ന് വരും. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ 1. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ കറണ്ട് ഇക്വേഷൻ കേട്ടോ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നമുക്ക് ID എന്ന് കൊടുക്കാം കേട്ടോ. ID ഇസ് ഈക്വൽ ടു നമുക്കറിയാം, അത് dq/dt ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ചാർജ്. അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് CV ഉപയോഗിക്കാം. അതായത് C × dV/dt കൊടുക്കാം.
C capacitance, V voltage. That is C into d by dt of V0 sin omega t എന്ന് കൊടുക്കാം. d by dt of V0 sin omega t, V0 into omega cos omega t. അല്ലേ? So ID is equal to V0 into omega into cos omega t എന്ന് വരും. അല്ലേ? V0 into omega cos omega t. Okay. Into C. ഇവിടെ C ഉണ്ട്. C ഉണ്ട്. So this can be written as ID is equal to CV0 omega cos omega t, where C is a capacitance of the parallel plate capacitor. Parallel plate capacitor കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ capacitance കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? epsilon 0 epsilon r a by d into V0 into omega is 2 pi f into ft അല്ലേ? അപ്പോൾ ഒമേഗ നമുക്ക് അങ്ങനെ ഇപ്പോൾ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അവസാനം മാറ്റാം. ഒമേഗ ഇടുന്നു കേട്ടോ, ചിലപ്പോൾ കട്ട് ചെയ്തു പോകും. കോസ് 2 pi ft എന്ന് കൊടുത്തു കേട്ടോ, കോസ് 2 pi ft. അപ്പോൾ ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ എനിക്ക് ഐ സിൻ്റെ വാല്യൂ കിട്ടി. നോക്കിയേ, ഐ സി ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഈ കാണുന്നതാണ് അല്ലേ? ഇനി എനിക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വാല്യൂ കിട്ടി. നോക്കിയേ, epsilon 0 epsilon r V0 omega cos 2 pi ft എന്ന് കിട്ടി. ഞാൻ രണ്ടിനെ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഞാൻ ഐ സി ഡിവൈഡഡ് ബൈ ഐ ഡി ചെയ്യാണ്. ആക്ച്വലി എനിക്ക് കറണ്ട് ഡെൻസിറ്റികളാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കറണ്ട് ഡെൻസിറ്റി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. കറണ്ട് ഡെൻസിറ്റി കറണ്ട് ബൈ ഏരിയ ആണ്. സോ ഈ ഏരിയ രണ്ടും ഡിവൈഡ് ചെയ്ത് പോലെ അത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് JC ബൈ JD തന്നെ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ ഏരിയ രണ്ടിലും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? JC ബൈ JD തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നോക്കിയേ, JC divided by JD, current density of conduction current by displacement current is equal to IC by area divided by ID by area എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഏരിയ ക്യാൻസൽ ചെയ്തു. സോ ഇറ്റ് ബിക്കംസ് IC divided by ID. സോ ഇറ്റ് ബിക്കംസ് AV0 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ A മുകളിലേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടുത്തെ A നമുക്ക് എന്ത് ചെയ്യാം? മുകളിലേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ AV0 വരും. അപ്പോൾ എന്ത് വരും? AV0 sin 2 pi ft divided by rho d whole divided by epsilon 0 epsilon r AV0 omega cos omega t into എന്ത് വരും? 2 pi cos omega t ക്ക് വരും നമ്മൾ എന്ത് എഴുതി? ഓക്കെ, cos omega t വേണ്ട, cos 2 pi ft കൊടുക്കാം കേട്ടോ. cos 2 pi ft divided by എന്ത് വരും? d വരും. d ക്യാൻസൽ ചെയ്ത് പോയി. നോക്കിയേ, AV0 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോവുക? അക്ക് ക്യാൻസൽ ചെയ്ത് പോവാ കേട്ടോ. നോക്കിയേ, വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകാണ്ടോ? ഓക്കെ, ഒന്നും ക്യാൻസൽ ചെയ്ത് പോകാല്ല. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഒന്നും ക്യാൻസൽ ചെയ്യണ്ട. സൈൻ 2 pi ft ബൈ കോസ് 2 pi ft, ദാറ്റ് ഈസ് ടാൻ 2 pi ft അല്ലേ? ടാൻ 2 pi ft ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു epsilon 0 epsilon r ഒമേഗ ഇസ് 2 pi ft എന്ന് വരും അല്ലേ? ഇത്ര ആൾക്കാരല്ലേ വരൂ? ഇത്ര ആൾക്കാരെ വരും. അപ്പോൾ ടാൻ 2 pi ft ബൈ റോ epsilon 0 epsilon r ഇൻറ്റു 2 pi ft വരും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? നമുക്കിപ്പോൾ കിട്ടിയ ലാസ്റ്റ് ആൻസർ എന്താ? ഈ ആളാണ്. അയാൾ ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? ടാൻ 2 pi ft ഡിവൈഡഡ് ബൈ റോ epsilon 0 epsilon r ഇൻറ്റു 2 pi ft. വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്ത് വരും? ടാൻ 2 pi ഇൻറ്റു എഫ് ഫ്രീക്വൻസി ഇതവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കിയേ, ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി തന്നിട്ടില്ലേ? എത്രയാടാ? 9 × 10² ആണ്. ഇൻറ്റു ടി ഈസ് എത്രയാ? നമുക്കിവിടെ ടൈം വന്നിട്ടുണ്ട് 1/800 സെക്കൻഡ്. നോക്കിയേ, 1/800 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി വന്നിട്ടുണ്ട്. ഡെൻസിറ്റി അല്ല, റെസിസ്റ്റിവിറ്റി ആട്ടോ. അത് റെസിസ്റ്റിവിറ്റി 0.25 ഇൻറ്റു epsilon 0 തന്നിട്ടുണ്ട്. epsilon ഈസ് ഈക്വൽ ടു ഓക്കെ 8 epsilon 0 അല്ലേ? അപ്പോൾ epsilon 0ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം 1/4 pi epsilon 0 is equal to 9 × 10⁻⁹ അല്ലേ? epsilon 0 മുകളിൽ കൊണ്ടുപോയിട്ട് അതിന് താഴ്ത്തി കൊടുന്നേ 1/4 pi × 9 × 10⁻⁹ ആണ് എന്ത്? epsilon 0 അല്ലേ? സോ epsilon 0 ഇട്ട് കൊടുത്തു. 1/4 pi × 9 × 10⁻⁹. റെഡി ആണോ? അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി ആരെ വരിക? 80 epsilon 0. ഓക്കെ, എന്ത് വരും? 80 epsilon 0 വരും മറ്റേത്. അപ്പോൾ എന്ത് വരും? ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 2 pi. 2 pi വരില്ലേ? 2 pi ഇവിടെ ഉണ്ട്. V0 sin 2 pi ft ആണ്. ഇൻറ്റു 2 pi ഇവിടെ ഉണ്ട്. എഫ് എത്രയാ?
എഫ് 9 ഇൻറ്റു 10 സ്ക്വയർ ഉണ്ട്, ഇൻറ്റു ടി എത്രയാ 1/800 ഉണ്ട്. അപ്പോൾ എല്ലാം അതിൽ 0.25 ഉണ്ട്, 2π ഉണ്ട്, 9 ഇൻറ്റു 10 സ്ക്വയർ ഉണ്ട്, 1/800 ഉണ്ട്, 1/9 ഇൻറ്റു 10⁻⁹ ഉണ്ട്, ഒപ്പം ഒരു 80 ഉണ്ട് കേട്ടോ. 80 എപ്സിലോൺ ഈസ് ഈക്വൽ ടു 80 എപ്സിലോൺ 0. ഓക്കെ, ഈ ഇക്വേഷനിലെ ഇത് നമുക്ക് എപ്സിലോൺ ആർ കണ്ടുപിടിച്ചൂടെ? കാരണം എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 അല്ലേ? എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്താ? എപ്സിലോൺ ഈസ് ഈക്വൽ ടു 80 എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 80. ദാറ്റ് മീൻസ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 80. റെഡി? അപ്പോൾ നമുക്ക് 80 വരും. സോ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ JC/JD ഈസ് ഈക്വൽ ടു, ഒന്ന് കട്ട് ചെയ്ത് കളയുക, 10⁻⁶ എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. അതിൽ x ഈസ് ഈക്വൽ ടു 6 വരുന്നുണ്ടോ നോക്കുക. ഇതെല്ലാം കട്ട് ചെയ്ത് കളയുക. എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അത് 10⁻⁶ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 6 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കുക, കണ്ടക്ഷൻ കറണ്ട് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് പറ്റും. ഓക്കെ, റെഡി ആണോ? വളരെ സിമ്പിളല്ലേ? ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? എല്ലാവരും ഉറക്കത്തിലേക്ക് കടന്നു? ഇല്ല? ഓക്കെ, ഈ 7 പേര് വളരെ വളരെ വൃത്തിയായിട്ട് പഠിക്കുന്ന ഈ 7 പേര് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ ഒരു ആവേശത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ലൊരു പെർസെൻറ്റൈൽ, ഒരു 95% മുകളിൽ നമുക്ക് എന്ത് കിട്ടും? കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് വേണ്ടത് എന്താണ്? ഭയങ്കര ഒരു നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക. നമ്മൾ റിസൾട്ട് നോക്കിയിട്ടല്ല, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾ ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ പറ്റും. അപ്പോൾ 95%, 97%, 100% ഇതൊക്കെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. നമ്മളെല്ലാ പിള്ളേർക്കും ഇതൊക്കെ സാധ്യമാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഫ്രം ദി ഗിവൺ ഡാറ്റ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ന്യൂക്ലിയസ് ഓഫ് അലുമിനിയം 13Al അല്ലേ? x ഇൻറ്റു 10⁻⁻3. വാട്ട് ഈസ് x? വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസ്യൂം 1U കറസ്പോണ്ട്സ് ടു x ജൂൾ ഓഫ് എനർജി. 1U കറസ്പോണ്ട്സ് ടു x ജൂൾ ഓഫ് എനർജി. സോ നമ്മൾ ഇതിൽ ഒറ്റ കാര്യം കണ്ടുപിടിച്ചാൽ മതി, മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. മാസ് ഡിഫക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സെഡ് MP പ്ലസ് A-Z ഇൻറ്റു Mn-M. ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? സെഡ് ഈസ് അറ്റോമിക് നമ്പർ 13 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ 1.00726 പ്ലസ് A ഈസ് 27 മൈനസ് 13 ഇൻറ്റു Mn. Mn എന്താ? മാസ് ഓഫ് ന്യൂട്രോൺ. ഇറ്റ് ഈസ് ഗിവൺ 1.00866 മൈനസ് M. വാട്ട് ഈസ് M? മാസ് ഓഫ് അലുമിനിയം ന്യൂക്ലിയസ് 27.18846. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വേണം. നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടും. അത് ചെയ്ത് കിട്ടുന്നത് 0.02716U ആണോ എന്ന് നോക്കുക. 0.02716U കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈ സംഭവം എന്ന് എഴുതാം. അസ്യൂം 1U കറസ്പോണ്ട്സ് ടു x ജൂൾ ഓഫ് എനർജി. ദർഫോർ എന്ത് വരും? 0.02716 U ഈസ് ഈക്വൽ ടു 0.02716 ജൂൾ എന്നാക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 27.16 മൂന്നെണ്ണത്തിന് നീക്കിയാൽ 10⁻⁻³ ജൂൾ നമുക്ക് കിട്ടും. ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക 27.16 ഇൻറ്റു 10⁻⁻³ ജൂൾ നമുക്ക് ആൻസർ കിട്ടും. അത് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ഈ വർക്കൗട്ടാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിഫക്റ്റ് ഇൻറ്റു C² ആണ് എന്ത്? ബൈൻഡിങ് എനർജി. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. അതിന് പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1U കറസ്പോണ്ട്സ് ടു x ജൂൾ ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നും ആവശ്യമില്ല, നമ്മൾ ആ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ U കണ്ടുപിടിച്ച് അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എനർജി റിലീസ്ഡ് പെർ ഫിഷൻ of nucleus of X240 is 200
മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദ എനർജി റിലീസ്ഡ് ഇഫ് ഓൾ ദി ആറ്റംസ് ഇൻ 120 gram ഓഫ് പ്യുവർ 240x അണ്ടർഗോ ഫിഷൻ ഈസ് dash into 10⁻25 mega electron volt. Simple ആണ്. All the atoms in 120 gram of pure X240 undergo fission. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ. 120 ഗ്രാമിൽ എത്ര മോൾ ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് 240. നോക്കിയേ, 120/240, 240 തന്നിട്ടുണ്ട്, 120 നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ അത് 1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് വരും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു അര ഇൻറ്റു അവോഗാഡ്രോ നമ്പർ അല്ലേ. 1 mole ഓഫ് എവറി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. സോ അര ഇൻറ്റു എൻ, അര ഇൻറ്റു 6 ഇൻറ്റു 10⁻23. നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എനർജി റിലീസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം എന്താ, ഒരു ന്യൂക്ലിയസിന് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇത്ര ന്യൂക്ലിയസിന് നമുക്ക് എത്ര കിട്ടും? എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു ഇത്ര ഇൻറ്റു എൻ എ അല്ലേ. അര ഇൻറ്റു 6 ഇൻറ്റു 10⁻23 അല്ലേ. എൻ എ അല്ല, ഇൻറ്റു 200 അല്ലേ, ഇൻറ്റു 200. ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 1 200 ഉണ്ടെങ്കിൽ ഇത്ര എണ്ണത്തിന് എത്ര വരും? ഇൻറ്റു 200. അപ്പം എന്ത് വരും? 100 ഇൻറ്റു 6 ഇൻറ്റു 10⁻23. ആൻസർ എന്താ? 6 ഇൻറ്റു 10⁻25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഒന്നുമില്ല, നമ്മൾ ചെയ്തത് എന്താ? ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? അര ഇൻറ്റു എൻ എ, അര ഇൻറ്റു 6 ഇൻറ്റു 10⁻23. അപ്പോൾ നമുക്ക് എനർജി റിലീസ്ഡ് കിട്ടും. എനർജി റിലീസ്ഡ് എങ്ങനെ കിട്ടാം? നമുക്ക് ഒരു മോളിക്യൂൾ ഫിഷൻ നടന്നാൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇത്രങ്ങാനും മോളിക്യൂൾസ് ഫിഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു 200. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആൻസർ ഈ 6 ഇൻറ്റു 10⁻25 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവിൽ 25 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വലിയ വലിയ ക്വസ്റ്റ്യൻസും ഉണ്ട്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ്. സിമ്പിൾ എന്ന് വെക്കണ്ട, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുക. കുറച്ച് ദിവസം നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു 8-10 ദിവസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? സമയം ഇരുന്ന് പഠിക്കുക. ഒരു ദിവസം 10-15 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ നല്ലൊരു പെർസെൻറ്റേജിലേക്ക് എത്താം. എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഒന്നുകൂടിയും ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, ഒന്നുകൂടിയും വീഡിയോ ഫുള്ള് കാണുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും എന്താ? ശുഭരാത്രി, ഗുഡ് നൈറ്റ്.